നമ്മളിപ്പം 950+ ട്രിപ്സായി. അതിൽ എനിക്ക് തോന്നുന്നു മോർ ദാൻ 10,000+ ലേഡീസ് ഉണ്ട്. എൻ്റെ ഇനീഷ്യേറ്റീവ് കണ്ട് എന്നെ വളരെ സ്നേഹത്തോടെ സംസാരിച്ച് പ്രൈസ് ചെയ്ത് സംസാരിച്ച ആളുകളുടെയൊക്കെ തനി നിറം അവരുടെ ഉള്ളിലെ മതം അറിയുന്നത് എൻ്റെ കല്യാണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അനൗൺസ് ചെയ്ത സമയത്താണ്. 20ാമത്തെ വയസ്സിൽ പുള്ളിക്കാരി ആഗ്രഹിക്കാൻ തുടങ്ങിയത് കാശ്മീർ പോകണം. അപ്പം പല പല കാരണങ്ങൾ, മക്കൾ, പ്രാരാബ്ദം എല്ലാം കഴിഞ്ഞ് ഒരു ഒഴിവ് കിട്ടിയത് 74ാമത്തെ വയസ്സിലായി. അവിടെ ഭയങ്കര ചൂടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പോയി. ഒരു വിൻ്റർ ഗിയറും ഇല്ലാതെ ഒരു 25 രൂപയുടെ ഗ്ലൗസ് ഒക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. രണ്ടുപേരും ഗിയേഴ്സൊക്കെ മാറ്റി ഇങ്ങനെ മതിൽ പിടിച്ചിട്ട് ഇങ്ങനെ കിടകടാ വിറയ്ക്കുക. രാത്രി എന്താണ്ടൊക്കെയോ പട്ടിയോ പൂച്ചയോ തലവഴിയൊക്കെ ചവിട്ടിയൊക്കെ പോയിട്ടുണ്ട്. റൈഡിങ് ബൂട്ട്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ മുണ്ടെടുക്കുന്നത്. അങ്ങനെ ഛത്തീസ്ഗഡ് സിറ്റിയിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുക. അപ്പോൾ ആളുകളൊക്കെ നോക്കുന്നു, ഞങ്ങൾ വി ഡോണ്ട് കെയർ. എനിക്ക് ആസ് എ ട്രാവലർ വളരെ റെസ്പെക്റ്റ് ഒക്കെ തോന്നിയ ചില വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു. നമ്മൾ പറയുന്ന അസമയം എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. അവിടെ 10 മണിക്കാണ് ഞാൻ ചെന്നിറങ്ങി. ഓട്ടോക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ഹോട്ടലിലാണ് പോകേണ്ടതെന്ന്. പക്ഷേ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല മാഡം നല്ലൊരു ഹോട്ടലുണ്ടെന്ന്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തിനാണ് അയാളുടെ കൂടെ പോയത്. ആൻറ്റി ഇങ്ങനെ വലിയ പൊട്ടൊക്കെ തൊട്ട് കുളിച്ച് സുന്ദരിയായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആദ്യം ഓട്ടോ എന്ന് ഇറങ്ങുന്ന ഞാനാണ്. ആദ്യയുടെ മുഖമൊക്കെ മാറി, ഇതാര് വന്നു കഴിഞ്ഞപ്പം അതൊരു സെക്ഷൽ ടോക്കായി മാറി. അപ്പം ഞാൻ ആദ്യം നോക്കിയത് ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് ഡോറ് എത്ര ദൂരത്തിലാണ്. നമസ്കാരം, പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ഒരുപാട് യാത്രകൾ ചെയ്ത ആളാണ്. പക്ഷെ അതിലുപരി ഒരുപാട് പേർക്ക് യാത്രകൾ ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത, ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ച ഒരാളാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുത്ത, അവരെ സപ്പോർട്ട് ചെയ്ത് അപ്പൂപ്പൻതാടി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്വാഗതം ചെയ്യാം, സജന അലി. Thank you, Akhil. Happy to be here. ഈ പറഞ്ഞ പോലെ നമ്മളൊരു റെവല്യൂഷൻ ഉണ്ടാക്കിയെന്ന് കേൾക്കുമ്പോൾ കേൾക്കാൻ സന്തോഷമുണ്ട്. കാരണം നമ്മൾ വന്നത് അങ്ങനത്തെ ഒരു ഏറയിലായിരുന്നു 2016. കൊറോണ എന്നുള്ളതിനെ അല്ലെങ്കിൽ കോവിഡിനെ ഒരു മാർജിനാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിന് മുന്നും പിന്നെ കോവിഡിന് മുന്നും പിന്നും എന്ന് നമുക്ക് ശരിക്കും ഈ യാത്രയുടെ കാര്യത്തിൽ നമുക്ക് വേർതിരിവ് കാണാൻ പറ്റും. ആൾക്കാരുടെ ഒരു യാത്രയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയതും ഒക്കെ. ഇതിന് മുന്നത്തെ കാലഘട്ടം വളരെ വളരെ ആഗ്രഹം ഉണ്ടെങ്കിലും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ താല്പര്യം തന്നെ ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അങ്ങനെയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെല്ലാം പിന്നത്തേക്ക് മാറ്റി വെച്ചിരുന്നു. ലൈക്ക് ഓക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാശ് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ എക്സാം കഴിഞ്ഞിട്ട് എന്നൊക്കെയുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ കോവിഡ് വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ലോകം തീരാൻ പോവാണ്. അപ്പൊ പിന്നെ അതങ്ങ് കഴിഞ്ഞതും, ആ ലോക്ക്ഡൗൺ അങ്ങ് കഴിഞ്ഞതും പിന്നെ അങ്ങ് ഒരു ബൂമാണ്. എല്ലാവരും ട്രാവൽ ചെയ്യുന്നു. കാരണം ഞങ്ങൾക്ക് കാശ്മീരൊക്കെ പൊതുവേ ആളുകൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് എപ്പോഴും വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സെക്യൂരിറ്റി കൺസേൺസ്. ഞങ്ങൾ തുടങ്ങിയപ്പോഴാണ് പുൽവാമ അറ്റാക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മളൊരു അഷ്യൂർ ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരു കാശ്മീർ ട്രിപ്പിന് പോലും ഒരു ക്വസ്റ്റ്യൻ ഇല്ല. കാരണം ആളുകൾ അങ്ങ് വരികയാണ്. അപ്പം ലൈക്ക് ഈ ഒരു 2 ഇയർ ഞങ്ങൾ വീട്ടിലിരിക്കുകയാണ്, വേറെ ജോലികളൊന്നും ഇല്ല, ഫിനാൻഷ്യലി ഒരു മന്ദിപ്പ് എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല കോവിഡിന് ശേഷം വരുന്നത് ഇങ്ങനെ ഒരു കാലഘട്ടമായിരിക്കുന്നു. അപ്പം ഈവൻ അപ്പൂപ്പൻതാടി ഇപ്പോൾ തുടങ്ങിയിട്ട് 9 വർഷമായി. അപ്പോൾ എപ്പോഴും ഞാൻ പറയും ഈ 9 എന്നുള്ളത് -2 കാൽക്കുലേറ്റ് ചെയ്യാൻ. കാരണം ഈ 2 വർഷം, കാരണം ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ഡെവലപ്പായി ഓരോ മൈൽ സ്റ്റോൺ കവർ ചെയ്ത് വരുന്നതിനിടയിലാണ് ഈ ഒരു ബ്രേക്ക് ഡൗൺ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ തുടങ്ങി, പിന്നെയും നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്ന ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ കൊറോണ ഞങ്ങളെ യാത്രകളെ വേർതിരിക്കുന്നത്. പിന്നെ അതുമല്ല, ട്രാവലേഴ്സിന്റെ ബൂം ഉണ്ടായ സമയത്ത് ട്രാവലേഴ്സിലും 2 ടൈപ്പ് ട്രാവലേഴ്സ് വരുന്നുണ്ട്. അപ്പം ഞങ്ങളും ഈ അപ്പൂപ്പൻതാടി തുടങ്ങുന്നത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രാവൽ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ യാത്ര മനസ്സിൽ കൊണ്ട് നടന്ന, അപ്പം എൻ്റെയൊക്കെ കൂടെ 25-50 യാത്രകളൊക്കെ വന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുമായിരുന്നു യാത്രാ മാഗസീനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാഗസീനിലൊക്കെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, ഹംപി അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് പോവാം, സജനയുടെ കൂടെ പോവാം എന്ന് അവർക്ക് അങ്ങനെ ഒരു വന്നു. അപ്പം അതിനൊരു റീസൺ ആയി എന്നതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ട്രാവലേഴ്സ് ആയിരുന്നു കൂടുതലും ഞങ്ങളുടെ കൂടെ വന്നത്. പക്ഷേ ഈ ഒരു ബൂമിൽ നമ്മളുടെ കൂടെ എല്ലാവരും വരുന്നുണ്ട്. ലൈക്ക് ആദ്യമായിട്ട് പുറം ലോകം കാണുന്ന ആളുകൾക്ക്, അതായത് ഒരു കംഫർട്ട് സോൺ എന്താണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കാശ്മീരുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആയിരിക്കില്ല നമ്മൾ മണാലി അല്ലെങ്കിൽ ഇപ്പം മേഘാലയ പോകുന്നത്, അല്ലെങ്കിൽ മേഘാലയത്തായിരിക്കില്ല ത്രിപുര. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്സ് വരുന്നുണ്ട്. അപ്പം ഇതൊന്നും അറിയാതെ ആളുകൾ അങ്ങ് എനിക്ക് യാത്ര പോകണം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ വരിക. അപ്പം ചിലരൊക്കെ വന്നിട്ട് ആ ഒരു റിയാലിറ്റി ഫേസ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. പക്ഷേ ചിലർ ആളുകൾ വരുന്ന സമയത്ത് ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം
അവർ കാണുന്നത് കോസ്റ്റ് മാത്രമായിരിക്കും. പക്ഷേ ഈ കോസ്റ്റിൽ ഇന്ന ഡെസ്റ്റിനേഷൻസിൽ എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാത്ത ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ ഹാപ്പി ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതർ സൈഡ് ഭയങ്കര രസകരമായ യാത്രയായിരിക്കും. നല്ലൊരു ടീമൊക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ ഒരു കോർഡിനേറ്റർ ആണെന്ന് പോലും അറിയില്ല, നമ്മളിങ്ങനെ ചില്ല് ചെയ്ത് പോകും. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പൂപ്പൻതാടിയുടെ ഒരു ജേണി തന്നെ നമുക്ക് തുടങ്ങാം. അതും ഒരു യാത്രയാണല്ലോ, അപ്പൂപ്പൻതാടിയിലേക്ക് എത്തുന്നതും സജനയുടെ ഒരു ലൈഫിന്റെ ഒരു യാത്ര എന്ന് തുടങ്ങാം. യെസ്, വലിയൊരു ഭാഗമാണ്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ആക്ച്വലി അതിനൊരു റീസൺ ആയതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാട്രിമോണി സൈറ്റാണ്. ലൈക്ക് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പും ഒന്നുമില്ലാതെ കല്യാണം കഴിക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് നിർബന്ധിച്ച് ഒരു മാട്രിമോണി സൈറ്റിൽ ഒരു ഇത് തുടങ്ങി, ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടത്തോടെ തുടങ്ങിയതൊന്നുമല്ല. പക്ഷെ ഒരാൾ എന്നെ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് ചെയ്ത അയാൾക്ക് കല്യാണം കഴിച്ചാൽ മതിയാവുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ വരുന്നു. അങ്ങനെ ഞാൻ അയാളുടെ അടുത്ത് മാക്സിമം പറഞ്ഞു ഒഴിവാക്കി. പക്ഷെ അയാൾ ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു, സജനയ്ക്ക് എന്തുകൊണ്ട് സജന ഈ പോകുന്ന സ്ഥലങ്ങളിലെ ഐറ്റിനറി ഒക്കെ ഒന്ന് സെൽ ഔട്ട് ചെയ്തുകൂടെയത്. പക്ഷെ അന്ന് അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ ചെയ്യും. അപ്പം എന്നെ പറഞ്ഞു നാളെ സജന പോകുമ്പോൾ ഒരു 2 പേരെ കൂടെ കൂട്ട് അവർക്ക് കാണിക്കുക ആസ് എ ഗൈഡ്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലാണ്. പക്ഷേ ഇങ്ങനെ പോയി ഈ ഒരു തോട്ട് മൈൻഡിൽ വന്നു. പക്ഷെ കല്യാണമൊന്നും നടന്നില്ല, അതങ്ങ് സെറ്റാക്കി വിട്ട്. പക്ഷെ ആദ്യം തന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന സ്ഥലത്തുള്ള ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു രാമക്കൽമേട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഇതായി. പക്ഷേ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ടുവേർഡ്സ് ദ എൻ്റെ ആർക്കും വരാൻ താല്പര്യം അല്ലാതെ അങ്ങ് അപ്പൊ നമ്മളത് വേണ്ടെന്ന് വെച്ചു. പക്ഷെ പിന്നെ എനിക്കൊരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ബാക്ക് പെയിൻ ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ് സമയത്ത് 45 ദിവസം ഒന്നും ചെയ്യാനില്ല, ആകാശം നോക്കി കിടക്കാന്നേ ഉള്ളൂ. അപ്പം കിടക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഒരു തോട്ട് മൈൻഡിൽ വരുന്നത്. അപ്പൊ അന്ന് ബോയ് ഫ്രണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് പുള്ളിക്കാരൻ്റെ നാട്ടിലേക്ക് തന്നെ വെക്കുന്നത്, തെന്മല. ലൈക്ക് റാമിന് പോയി കാണാനും ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കാനും ഐറ്റിനറീസ് ഫിക്സ് ചെയ്യാനൊക്കെ ഉള്ള എളുപ്പത്തിന്. അപ്പോൾ എക്കോ ടൂറിസം നമ്മൾ മാറ്റിപ്പിടിച്ചു, കുറച്ചൊരു ജംഗ്ലി എക്സ്പീരിയൻസിന്. ഇന്നത്തെ അത്രയും ഡെവലപ്ഡ് അല്ല റോസ്മലയൊന്നും. അപ്പോൾ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി പിന്നെ ഒരു റോസ്മല ട്രക്കിംഗ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അനൗൺസ് ചെയ്തു. FBയിൽ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു. പിന്നെ അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന ടെക്നോ പാർക്കിലാണ്. ടെക്നോ പാർക്കിൽ 11 ബിൽഡിങ്ങിൽ നമ്മൾ അവിടുത്തെ പാർക്ക് സെന്ററിൽ പെർമിഷൻ ചോദിച്ചു ഒരു പോസ്റ്റ് ഇട്ടു. അതാണ് ആദ്യത്തെ ഞങ്ങളുടെ മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെന്റ്. അപ്പൂപ്പൻതാടിയുടെ തുടക്കം അങ്ങനെയാണ്. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഇപ്പം ഞങ്ങളിങ്ങനെ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യാണ്, വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം നമുക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഞാനും റാമും ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ പോവാം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഇതിനൊരു പേര് വേണ്ടതെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു പേരോ അതിപ്പോൾ എന്താ ഇടാന്ന് വെച്ചാൽ. അപ്പോൾ എനിക്ക് നല്ല എക്സാക്ട് ഓർമ്മയുണ്ട്. നമ്മൾ തേജസ്വിനി ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി TCSന് മുമ്പിൽ ഹമ്പ് ചാടുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അപ്പൂപ്പൻതാടി എന്നിടാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് റാം പറഞ്ഞു അപ്പൂപ്പൻതാടി ഭയങ്കര മലയാളി പേരല്ലേ, ഇപ്പോൾ ഇതൊരു പുറത്തുനിന്നുള്ള ഒരാളൊക്കെ ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യും. ഞാൻ പറഞ്ഞു നമ്മൾ നൈക്കി എന്തെല്ലാം ഈവൻ ഡെക്കാത്ലോണിലെ മറ്റേ ബ്രാൻഡ് തന്നെ പലരും പലതായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ അപ്പൂപ്പൻതാടി എല്ലാവരും പ്രൊണൗൺസ് ചെയ്ത് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പേര് വരുന്നത്. എന്നിട്ട് ഞങ്ങൾ പോസ്റ്ററൊക്കെ ഇട്ടു. ഈ പോസ്റ്റർ കണ്ട് ടെക്നോ പാർക്കിൽ നിന്ന് 1-2 പേര് ജോയിൻ ചെയ്തു. ആകെ 8 പേരേ ഉള്ളായിരുന്നു ആ ട്രിപ്പിൽ. 22 പേർക്കുള്ള ഒരു പ്ലാൻ ആയിരുന്നു. നമ്മൾ ഇതേപോലെ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അന്ന് അതുപോലെ രജിസ്ട്രേഷനോ ഒരു അഡ്വാൻസ് പേയ്മെന്റോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആളുകൾ ടേൺ ഔട്ട് ചെയ്ത് വന്നപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ ട്രിപ്പ് ഭയങ്കര രസമായിരുന്നു. ഈ വന്ന ആളുകളെല്ലാം ഒരാൾ കൊച്ചിയിൽ നിന്നുള്ള ഹിബ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാം ഇതേപോലെ കാലങ്ങളായിട്ട് യാത്ര മനസ്സിൽ കൊണ്ടെടുക്കുന്ന ആളാണ്. അങ്ങനെ ആ യാത്ര കഴിഞ്ഞു. പക്ഷേ നമുക്കതൊരു സാമ്പത്തികമായിട്ട് നഷ്ടമായിരുന്നു. പക്ഷേ സ്റ്റിൽ ഞങ്ങളിങ്ങനെ തേജസ്വിനിയുടെ ടോപ്പ് ഫ്ലോറിൽ ഇങ്ങനെ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഒരു സംഭവം ഇനീഷ്യേറ്റീവ് കൊണ്ടുവരുമ്പം ജോലിനെ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഒരു ടെർമിനേഷൻ എപ്പോൾ വേണമെങ്കിലും കിട്ടും. അപ്പോഴാണ് ഹിന്ദു എന്നൊരു ന്യൂസ് ഇതിന് വേണ്ടിയിട്ട് അവർ വിളിക്കുന്നത്. എൻ്റെ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പം എൻ്റെ ഒരു യാത്രയിൽ ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ടെക്നോ പാർക്കാണ്. കാരണം അവിടെ പ്രതിധ്വനി ഞങ്ങളുടെ ഈ പോസ്റ്റർ ഏറ്റെടുത്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് ഹിന്ദു കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ വന്നതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ ലാഭമൊന്നും ഇല്ലായിരുന്നെങ്കിലും ചറപറ ഞങ്ങൾക്ക് എൻക്വയറീസ് കാര്യങ്ങൾ ആർട്ടിക്കിൾസ് വരാൻ തുടങ്ങി. തിരുവനന്തപുരം ടെക്നോ പാർക്കാണ് ശരിക്കും പറഞ്ഞ അപ്പൂപ്പൻതാടിനെ വളർത്തിയെടുത്തത്. അപ്പൂപ്പൻതാടിനെ മാത്രമല്ല എന്നെയും വളർത്തിയത് തിരുവനന്തപുരമാണ്. ഇപ്പം ഞാൻ കോഴിക്കോട്ടുകാരിയാണെങ്കിലും എൻ്റെ ബേസ് ഇപ്പോഴും ട്രിവാൻഡ്രത്താന്ന് പറയും. കാരണം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം അപ്പൂപ്പൻതാടി ആണെങ്കിൽ എല്ലാത്തിനും കൂടുതൽ ഒരു സർക്കിള് ഫ്രണ്ട്സ് എല്ലാം കൂടുതലുള്ളത് തിരുവനന്തപുരത്താണ്.
ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ +2 പഠിച്ച ആ ഒരു സർക്കിളേ ഉള്ളൂ ഇപ്പോഴും. അതിലൊരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഇപ്പോഴുള്ളത്. അവരൊക്കെ ഇപ്പോഴും റീകണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ തിരുവനന്തപുരം അങ്ങനെയല്ല, ഇപ്പോഴും ചായ കുടിക്കാൻ വരുന്നു, നമുക്ക് നാളെ ഒരു ചായക്ക് കണ്ടാലും അങ്ങനെ കാണുന്ന, എപ്പോൾ വിളിച്ചാലും കാണാൻ പറ്റുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരം. ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ വ്യക്തികൾക്കും അവരുടെ ഗ്രോത്തിൽ പാർട്ടാവുന്ന കുറച്ച് ആളുകളും സ്ഥലവും ഉണ്ടാവില്ല. അതാണ് എനിക്ക് തിരുവനന്തപുരം. ഈ പറഞ്ഞ പോലെ ടെക്നോ പാർക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ഞാൻ 2 NGOയുടെ ഭാഗമാണ്. ഒന്നിൽ അതിൽ ഡയറക്ടർ ഓഫ് ബോർഡിൽ ഒരാളാണ് ഞാൻ, ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷൻ ഓട്ടിസത്തിന് വേണ്ടിയിട്ട്. പിന്നെ തേജസ് എന്ന് പറഞ്ഞ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ. ഇതും പിന്നെ ഞാൻ എൻ്റെ അപ്പുപ്പന്താടിയുടെ യാത്ര എല്ലാത്തിനും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രകൾ തുടങ്ങാനുള്ള ഒരു കാരണമൊക്കെ ടെക്നോ പാർക്കിൽ ഒരു സേഫ് ജോബായിരുന്നു. അപ്പം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. അതിലൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു ഡൗട്ട്, നമുക്ക് ആഗ്രഹമുണ്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പാഷൻ ഉണ്ട് അതിന്റെ പുറകെ പോകാൻ പറ്റുന്നില്ല, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമല്ലേ, ആ സ്റ്റെബിലിറ്റിയിൽ നിന്നാണ് നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എത്തിപ്പെടാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയും, നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെ അടുത്തും ഇന്ന സ്ഥലത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാം എന്ന് പറയാത്തവരായിട്ട് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് വേണ്ടി ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പെർമിഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെയുള്ള ഒരു സ്ട്രഗിളിംഗ് ആണ് പിന്നെ നടക്കുന്നത്. അപ്പം എൻ്റെ കേസിൽ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ കണ്ട എൻ്റെ യാത്രക്കാരൻ എൻ്റെ ഉപ്പയായിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് TV-യിലോ അല്ലെങ്കിൽ ഒരു റീൽസ് കാണാനോ അങ്ങനെ ഒന്നുമില്ല. ഉപ്പ പോയിട്ട് വരുന്നു, അവിടുത്തെ പൂനെയിലെ വിശേഷങ്ങൾ, സ്വീറ്റ്സ്. ഞാൻ സജനയുടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ആർട്ടിക്കിൾ എപ്പോഴും വായിച്ചിട്ടുണ്ട്, അതിൽ സജന പറയുന്നുണ്ട് ഉപ്പ പറയുന്ന കഥകളിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന വിഷ്വലൈസേഷനും അതാണ് പിന്നീട് യാത്രകൾക്ക് തുടങ്ങാനുള്ളത്. നമ്മൾ പണ്ടത്തെ ക്യാമറ ഉണ്ടല്ലോ, 32-36 ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്ന. അപ്പൊ ഇവര്, എൻ്റെ അമ്മാവന്മാർ എല്ലാവരും ലോറി ഫാമിലിയാണ്, ട്രക്ക് ഡ്രൈവേഴ്സ് ആണ്. അപ്പൊ ഇവരെല്ലാവരും ഇതേപോലെ ട്രിപ്പ് പോകുമ്പോൾ ചുമ്മാ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. അതെന്ന് വെച്ചാൽ ലോറി ഏതെങ്കിലും ഒരു കാട്ടിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലേക്കിന് അടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ, അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ലോറിയോ ബാക്കിൽ, എനിക്കിപ്പോഴും ചില ഫോട്ടോസ് ഓർമ്മയുണ്ട്, നല്ല ഭംഗിയുള്ള നീല കളറിലുള്ള ഒരു പുഴയുടെ അടുത്ത് ലോറി നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇതെങ്ങനെ ഇവിടെ പോകും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ ഇപ്പോഴടുത്ത് ചോദിക്കുമ്പോൾ ഇതേപോലെ രാവിലെ പോയിട്ട് വൈകിട്ട് പോകാൻ വരുന്ന ഇതൊക്കെ ആണെങ്കിൽ കൂടെ കൂട്ടും. പക്ഷെ അതൊരു ബോറിങ് പണിയാണ്. ഈ പറഞ്ഞ പോലെ ലോറി പോയി ലോഡാവാൻ ക്യൂ നിന്ന് പിന്നെ അത് തിരിച്ചു വരുന്നതെന്ന് വെച്ചാൽ, മറ്റേത് നമ്മൾ അങ്ങനെയല്ലല്ലോ, പോകുന്നു എക്സ്പ്ലോർ ചെയ്യുന്ന തിരിച്ചു വരുന്നതല്ല. അപ്പം അങ്ങനെ, അപ്പം ഒരു ചാൻസ് കിട്ടുന്നത് ടെക്നോ പാർക്കിൽ വന്ന് ഒരു ഫിക്സഡ് ആയിട്ട് സാലറി വരാൻ തുടങ്ങി. കാരണം എൻ്റെ IT ജോബിൽ 2 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് സാലറി ഇപ്പോഴും പെൻഡിങ് ആയി കിടക്കുന്ന കമ്പനികളുണ്ട്. പക്ഷെ ടെക്നോ പാർക്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മാസം 33,000 രൂപ കൃത്യമായിട്ട് അക്കൗണ്ടിൽ വീഴാൻ തുടങ്ങി. അപ്പം ഞാൻ അതിലൊരു ഭാഗം യാത്രയ്ക്ക് വേണ്ടി മാറ്റി വെക്കാൻ തുടങ്ങി. ഇപ്പം ലോണുണ്ട്, വീടില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഫസ്റ്റ് അവിടെ ജോലിക്ക് കയറിയിട്ട് 7 മാസത്തിനുള്ളിൽ ആദ്യത്തെ സോളോ ആവാൻ വേണ്ടി ചെയ്തതല്ല, ഇറ്റ് ഹാപ്പൻ ടു ബി, അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അത് ഏത് വർഷത്തിലായിരുന്നു? 2013-ലാണ്. ആ സമയത്താണ് ഇൻഫോ പാർക്കിലും അവിടെ ടെക്നോ പാർക്കിൽ എത്തുന്നത്. 2013 എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലോ മെയ്യിലോ ആണ്, മാർച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. 2000 ആ സെയിം ഇയർ നവംബറിലാണ് ഞാൻ ട്രാവൽ ചെയ്തത് ഫസ്റ്റ് പുരിയിലേക്ക്. പുരി അന്വേഷിച്ചു പോയതാണ്. പുരി ജഗന്നാഥ ക്ഷേത്രവും കൊണാർക്കും. ലൈക്ക് ഞാൻ ആ സമയത്ത് നമ്മള് നീലാകാശം പച്ചക്കടലിൽ ഇറങ്ങിയ സമയമാണ്. അപ്പൊ നമ്മളൊരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ചിലർക്കൊന്നും ആ ട്രിപ്പ് അല്ല ആ ഒരു ഫിലിം ആ സമയത്ത് വലിയ അട്രാക്റ്റീവായിട്ട് തോന്നിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് സംബന്ധിച്ചോളം ഭയങ്കര അത്ഭുതമാണ് തോന്നി. കാരണം അവരങ്ങനെ പോവാണ്, ചില സ്ഥലത്ത് അവർ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, അവരൊരു ഇമോഷണൽ ബാഗേജ് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു രസമായിട്ട് തോന്നി. അപ്പോൾ അതിൽ എൻ്റെ ഒരു മെമ്മറി ലൈനിൽ എപ്പോഴും ഉള്ളത് പുള്ളിക്കാരൻ കൊണാർക്കിൽ സൺ ടെമ്പിളിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് ചെയ്യുന്ന ഒരു സ്കെച്ചാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒന്ന് മൈൻഡിൽ കയറി. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എവിടെ പോകും എന്നുള്ളതിൽ പുരി പോവാം. ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, നിയറസ്റ്റ് റെയിൽവേ എടുക്കുന്നു, ഹോട്ടൽ. ഇന്നത്തെ പോലെ നമുക്കൊരു ഫോറമോ കമ്മ്യൂണിറ്റിയോ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അതിനനുസരിച്ചുള്ള കണ്ടന്റോ ഒരു സർക്കിളോ ഒന്നുമില്ല. കുറേ എനിക്കൊന്ന് 2 മാസത്തോളം ഞാൻ റിസർച്ച് നടത്തിയിട്ടാണ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത്. എന്ന് വെച്ചാൽ ട്രെയിൻ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ബുക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. കാരണം ഇവിടുന്ന് ഭുവനേശ്വർ ട്രെയിൻ ടിക്കറ്റ് മറ്റേ വിനോദ് എക്സ്പ്രസ് അതാണെന്ന് തോന്നുന്നു, അതിൽ നമുക്ക് നേരത്തെ 2 മാസം മുന്നേ അത് ബുക്ക് ചെയ്യും. കാരണം ഇവിടുന്ന് ഒരുപാട് പേര് ഒഡീസയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്യുന്ന. അപ്പോൾ രാത്രി ഞാൻ ഇരുന്ന് 12:30-ക്കാണ് ബുക്ക് ചെയ്യുന്നത് ടിക്കറ്റ്സ്.
അങ്ങനെയൊക്കെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്. ഭയങ്കര ഓർമ്മയാണല്ലേ ആദ്യത്തെ യാത്ര, അതിന് വേണ്ടിയിട്ട് കാരണം എനിക്കെല്ലാം ഓർമ്മയുണ്ട്. കാരണം IRCTC 12 മണിക്ക് ഡൗൺ ആവും. പിന്നെ അപ്പോൾ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പൊ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു ടിക്കറ്റ് കിട്ടാൻ. കാരണം അത് കഴിയുമ്പോഴത്തേക്ക് ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആവും. എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ അത്രയും പ്ലാൻ ചെയ്ത് ഒരേ ഒരു ട്രിപ്പ് അത് മാത്രമേ ഉള്ളൂ. ഇതിലൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. ശരിക്കും ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലയാളികളെ ശരിക്കും ട്രാവൽ ചെയ്യാൻ പഠിപ്പിച്ചൊരു സിനിമയും കൂടിയാണ്. മാത്രമല്ല റോയൽ എൻഫീൽഡ് എന്നുള്ള കമ്പനിക്ക് പോലും ഇത്രയും സെയിൽ ഉണ്ടാക്കി കൊടുത്തത് അവരുടെ ആഡിന് പോലും കിട്ടാത്ത അത്രയും റീച്ച് ഉണ്ടായിരുന്ന സിനിമയാണ്. പക്ഷെ ആ ഇനീഷ്യലി ചിലർക്ക് അത് എനിക്ക് തോന്നുന്നില്ല ഡൈജസ്റ്റീവ് ആയില്ല, ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിലൊക്കെ. പക്ഷെ എനിക്കും എന്റെ കൂടെയുള്ള കൂട്ടുകാർക്കൊക്കെ ഇതൊരു ഫീൽ ആയിരുന്നു. നമ്മൾ തന്നെ റോഡ് ട്രിപ്പിൽ പോകണം. അപ്പൊ ആ ഒരേ ഫീലാണ് ഞാനും എൻ്റെ ഫ്രണ്ടും ട്യൂണയും ഒരു റോഡ് ട്രിപ്പ് പോയത്. കാരണം ഞങ്ങള് അപ്പൂപ്പന്താടി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ട്യൂണ ഞങ്ങളുടെ കൂടെ ഒരു ട്രിപ്പ് ജോയിൻ ചെയ്തതിന് മുന്നേ ആദ്യം പറഞ്ഞത് വെച്ചാൽ ഞങ്ങൾക്കൊരു വല്ലാത്തൊരു കണക്ഷനാന്ന് പറയാം. അപ്പോൾ ആദ്യം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ട്യൂണ ചേട്ടൻ നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടത് എൻ്റെ കൂടെ വരുന്നു. ബൈക്കല്ല, ആദ്യം ബൈക്ക് പറഞ്ഞു, പിന്നെ നമ്മളത് സ്കൂട്ടറാക്കി ഒരു വെറൈറ്റിക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അപ്പോൾ ആദ്യത്തെ കൺസേൺ ലീവ് കിട്ടുമെന്നായിരുന്നു. പക്ഷെ അത് 2018 സെപ്റ്റംബർ 2 ഞങ്ങൾ ഒരു സെപ്റ്റംബർ 2 ഞങ്ങൾ പരിചയപ്പെട്ടത്. സെപ്റ്റംബർ 2 ഞങ്ങളുടെ ട്രിപ്പ്. അതൊക്കെ ജസ്റ്റ് ഒരു ഹാപ്പൻസ്, അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. ആരോടും പറഞ്ഞിട്ടില്ല. വീട്ടിൽ ഞങ്ങളുടെ 2 അമ്മമാരോടും പറഞ്ഞു. മമ്മിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു ട്യൂണയുടെ മക്കളെ നല്ലപോലെ പോയി വരണേ എന്നൊക്കെ പറഞ്ഞു. ട്യൂണ 15 ദിവസത്തെ ലീവിന് അപ്ലൈ ചെയ്തു. എനിക്ക് പിന്നെ ഞാൻ ആ സമയത്ത് ജോലി വിട്ട് ഫുൾ ടൈം അപ്പൂപ്പന്താടി ആയിരുന്നു. അപ്പോൾ ലീവ് ഒരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ യാത്ര പുറപ്പെട്ട് ആരോടും പറഞ്ഞില്ല. ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് ഒരു 10 ഫ്രണ്ട്സൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ കാർഡുങ്ങിലേക്കാണ് പോകണമെന്ന്. പോയി ഓരോ സ്ഥലത്തും ഡെയിലി അപ്ഡേറ്റ്സ് ഇടും, ആളുകൾ ചോദിക്കും. പക്ഷെ ഞാനും ട്യൂണയുടെയും ആ ഒരു ഫ്രീക്വൻസി മാച്ച് ആയിരുന്നു. നിങ്ങൾ ആ സിനിമയിൽ കണ്ട പോലെ നമ്മളൊരു പ്ലാൻഡ് ജേർണിയിൽ ചില സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആവും, എവിടെയെങ്കിലും കിടക്കും. ഇപ്പം ലോകത്തിലെ ഏറ്റവും ഹൈ ട്രാൻസിറ്റ് ക്യാമ്പ് പാങ് എന്ന് പറയും, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ചെറിയൊരു പ്രശ്നം വന്നു. കാരണം അതിന് മുന്നേ ചേഞ്ച് ചെയ്ത സ്ഥലത്ത് ആൾ ഇത്തിരി സ്ക്രൂ ടൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ക്യാമ്പിലെ ഒരു പട്ടാളക്കാരനാണ് ശരിയാക്കിയത്. അപ്പം അന്ന് രാത്രി ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് അവിടെ ലോറി ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ താമസിക്കുന്ന ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഉറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട്, അവിടെ ഇറങ്ങിയത്. രാത്രി ഞാനും ട്യൂണ ഒരു പലകയിൽ ഞങ്ങൾ കിടക്കുക. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ മണ്ടികളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് അവിടെ ഭയങ്കര ചൂടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പോയി. ഒരു വിന്റർ ഗിയറും ഇല്ലാതെ ഒരു 25 രൂപയുടെ ഗ്ലൗസ് ഒക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ ഈ റൈഡിങ് ജാക്കറ്റ് ഇട്ടിട്ട് രാത്രി കിടന്നുറങ്ങി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ട്യൂണനെ പ്രാഗി ഓരോന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് അവർ വലിയ മറ്റേ ബ്ലാങ്കറ്റ് ഉണ്ട്, അത് ഞങ്ങൾ 2 തലവഴിയിട്ട് രാത്രി എന്താണ്ടൊക്കെയോ പട്ടിയോ പൂച്ചയോ തലവഴിയൊക്കെ ചവിട്ടിയൊക്കെ പോയിട്ടുണ്ട്. രാവിലെ എണീറ്റു. അല്ല മിലിറ്ററി, അത് ഞാൻ ഇതൊരു നമ്മളിപ്പം എങ്ങനെ പറയാം, അതൊരു ഹോട്ടലൊന്നും അല്ല. ഒരു ട്രക്ക് ഡ്രൈവേഴ്സ് ഒക്കെ ചുമ്മാ ഒന്ന് വന്ന് കിടക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു സ്ഥലം. ഒരു സേഫ്റ്റി അതൊന്നും ഞങ്ങളുടെ ഒരു വിഷയമല്ല. ഞങ്ങൾ കിടന്നു. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റ് മുഖം കഴുകി, ടോയ്ലറ്റിലൊന്നും പോകാനുള്ള ഫെസിലിറ്റി ഇല്ല. അപ്പം അവർ അവിടെ വരുന്ന അമ്മച്ചി ഞങ്ങൾക്ക് നൂഡിൽസ് തന്നു. ശരി ബൈ എന്ന് പറഞ്ഞു പോകുന്നു. അപ്പം ഞങ്ങളുടെ ഈ യാത്രയിലെ ഏറ്റവും വലിയ തമാശ, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരേ ഒരു പാസ് കടുംഗ്ല പാസ് ആണ്. പിന്നെ വന്ന പാസുകളൊക്കെ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു. അതൊരു ഇപ്പോഴും വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജി. അപ്പം I am happy to have to relive those moments that I have seen in the screen. So രസമാണ്. ഞങ്ങൾ ആകെ 2 ജോഡി ഡ്രസ്സ് കൊണ്ടാണ് പോയത്. ഛത്തീസ്ഗഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ചോറ് തിന്നാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു റൈഡിങ് പാൻറ്റും മാത്രമേ ഉള്ളൂ, പിന്നെ ഉള്ളതൊരു മുണ്ടാണ് മാറ്റി കൊടുക്കാൻ. അപ്പോൾ ഞങ്ങൾ രാത്രി ആയി കഴിഞ്ഞപ്പം മുണ്ട് കൊടുത്തു, കാരണം മറ്റേത് കഴുകാൻ വെള്ളത്തിൽ മുക്കിയിട്ട്. പിന്നെ ബൂട്ട്സ് ഇട്ടിട്ട് റൈഡിങ് ബൂട്ട്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ മുണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ഛത്തീസ്ഗഡ് സിറ്റിയിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുക. അപ്പോൾ ആളുകളൊക്കെ നോക്കുന്നു, ഞങ്ങൾ വി ഡോണ്ട് കെയർ, ഞങ്ങൾക്ക് ചോറ് തിന്നാൽ മതി. അങ്ങനെ ഒരു സ്ഥലത്തെത്തി ചോറുന്ന്. അപ്പോൾ ട്യൂണ ഞങ്ങൾക്ക് കഴിക്കാൻ പിക്കിളും ചമ്മന്തിപ്പൊടിയും കയ്യിൽ കരുതിയിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ക്രാവിങ്സ് വരുമ്പോൾ കഴിക്കാൻ. അങ്ങനെ അന്ന് കഴിച്ചു ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ അതൊക്കെ ഭയങ്കര രസമാണ് ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ. അത് ഇനി അങ്ങനെ ഒരു മൊമെന്റ്സ് ഉണ്ടാവുമെന്നൊന്നും അറിഞ്ഞു. അതുപോലെ യാത്ര ചെയ്യാൻ ഇപ്പൊ പറ്റുമെന്നല്ലേ? അതെ. ഇപ്പൊ അങ്ങനെ പോയാലും ഒരുപാട് മലയാളികൾ തന്നെ കാണാൻ പറ്റും. ഇതുപോലത്തെ അത്രയും എക്സൈറ്റ്മെന്റ് ഒന്നും കാണില്ല. ഞങ്ങൾ ഈ സ്കൂട്ടർ കൊണ്ട് പോയത് കാരണം ആളുകളുടെ ഒരു കൺസേൺ. ഞങ്ങൾ ലേ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു സൂക്ഷിക്കണം, ഇത് പിക്ക് ചെയ്യോ എന്നറിയില്ല, നിങ്ങൾ പതുക്കെ പോകണം. ഞങ്ങളും ഇതുവരെ കാർഡുംഗ്ല പോയിട്ടില്ല. സോ ഞങ്ങളുടെ ഹെൽത്തും ഞങ്ങൾക്ക് അറിഞ്ഞില്ല. അപ്പം ഞങ്ങൾ വൺ കൺസേൺ ആയിട്ടുണ്ട്. അതായത് വെള്ളം നിർത്തി കുടിക്കുന്നു, ചോക്ലേറ്റ്സ് കഴിക്കുന്നു, അങ്ങനെ പോയി. അപ്പം ഈ 40 കിലോമീറ്റർ നമ്മൾ കയറണം. ഈ 40 കിലോമീറ്ററിലേക്ക് തോന്നുന്നു ഒരു
4-5 സ്റ്റോപ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വെച്ചാൽ ഞങ്ങൾക്ക് ടോയ്ലറ്റ് ബ്രേക്ക് എടുക്കണം. അപ്പോൾ ടോയ്ലറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വലിയ പാറകൾ കാണുമ്പോൾ നമ്മൾ നിർത്തി ഒഴിക്കും. അപ്പം ഈ നമ്മൾ നിർത്തുന്ന സമയത്ത് ഒരു മറവുമില്ല, ഒരു പാറ കണ്ട് നമ്മൾ നിർത്തുന്ന സമയത്ത് ഞങ്ങൾ നിർത്തുന്ന കണ്ടിട്ട് ആ സമയം അപ്പോഴത്തേക്ക് ഞങ്ങൾ ആ റൂട്ടിൽ ഫേമസ് ആയിട്ടുണ്ട് ബൈക്കേഴ്സിന്റെ ഇടയിൽ. സോ അവർ നിർത്തും, അയ്യോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സഹായിക്കും. ഞാൻ പറഞ്ഞു ഞങ്ങളൊന്നും അങ്ങനെ. അപ്പൊ എവിടെ നിർത്തിയാലും ആര് കണ്ടാലും അപ്പം നിർത്തും എന്തെങ്കിലും കൺസേൺ. റൈഡേഴ്സ് തമ്മിൽ അതൊരു ബോണ്ടിങ് ആണ്. എനിക്കിപ്പോഴും ഓർമ്മ, ഞങ്ങൾ ആ ഒരു മൊമെന്റ് ഞങ്ങൾ ദൂരെ നിന്ന്, അതായത് കടുംഗ്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ കയറി റൈറ്റിലെടുക്കുമ്പോഴാണ് ആ കടുംഗ്ല ടോപ്പ് കാണുന്നത്. അപ്പം ആദ്യത്തെ ഒരു ടേൺ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തിനില്ല. അപ്പം പിന്നെ ട്യൂണർ ഞാൻ എനിക്ക് ആ വീഡിയോ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങളിങ്ങനെ ആ ഒരു വീഡിയോ ഷെയ്ക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ എത്തുന്നു. ആ മൊമെന്റിൽ ഭയങ്കര ഒരു ഇതായിരുന്നു. ഇങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് അവിടെ എത്തിയാൽ തിരിച്ച് ഞങ്ങൾ ചങ്ങല പാസ് വഴി തിരിച്ചു വരും. അപ്പം അത് എനിക്ക് തോന്നുന്നു ആളുകൾക്കൊക്കെ മഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് മഞ്ഞും മഞ്ഞുകാലവും ഇതുപോലെ വെറുക്കുന്നൊരു സീസൺ വേറെ ഇല്ല. കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ചങ്ങല പാസിൽ എത്തുന്ന സമയത്ത് പിക്കപ്പ് കുറഞ്ഞു വണ്ടിയുടെ. അപ്പം ഞങ്ങളിങ്ങനെ സ്ലോ ആക്കി ഒന്ന് ബ്രേക്ക് എടുത്ത് നോക്കിയപ്പോൾ ഒരു 5 മണി 4 മണി സമയം. അപ്പം കയ്യിലിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ ഫ്ലേക്സ് വീഴുന്നു. അപ്പം നോർമലി നമ്മൾ ഈ സമയത്ത് വാവ്, അപ്പം നമ്മൾ പറഞ്ഞതൊരു വിത്ത് ഒരു എസ് വേർഡ് വെച്ചിട്ട് ഓ ഇറ്റ്സ് സ്നോയിങ് എന്ന് പറഞ്ഞു. അപ്പം വാ നമുക്ക് വേഗം വിടാമെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് ഇതുണ്ട് പിൻ പോയിന്റ്, ഹെയർ പിൻ ഇതാണ്. അപ്പം ഞങ്ങൾ കയറി തുടങ്ങി. അപ്പം വണ്ടി പിക്ക് ചെയ്യുന്നില്ല ഞാനിരുന്നിട്ട്. അപ്പം എൻ്റെ അടുത്ത് ട്യൂണർ പറഞ്ഞു, ബ്രോ ഞാനിങ്ങനെ സിഗ്സാഗ് എടുക്കുമ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്ത് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ സോ അത്രയും ഹൈറ്റിൽ ഫുൾ ട്രാവൽ ഗിയർ ഇട്ട് നമ്മൾ ട്രക്ക് ചെയ്യാണ്. അപ്പം ഒരു ഇത് ക്രോസ് ചെയ്ത് ഞാൻ എത്തുമ്പോൾ ഞാൻ അങ്ങനെ ശവമായിട്ടുണ്ട്. അപ്പോൾ ട്യൂണർ വരും. അപ്പം നെക്സ്റ്റ് കയറിക്കോന്നാണ്. അങ്ങനെ കയറി ചങ്ങല എത്തി. ചങ്ങലയിൽ നിന്ന് തിരിച്ച് കുത്തനെ ഇറങ്ങും. അപ്പം ബാക്കിലിരിക്കുന്ന ഞാൻ എൻ്റെ ഫുൾ ഫോഴ്സ് എൻ്റെ തൈസിലാണ് കൊടുക്കുന്നത്. പിന്നെ തണുപ്പ് പോലെ പുള്ളിക്കാരിക്ക് അത് ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാരിക്കും നല്ല ഷോൾഡറിൽ നല്ല ഇതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ലേയിലെത്തിയിട്ട് രണ്ടുപേരും ഗിയേഴ്സ് ഒക്കെ മാറ്റി ഇങ്ങനെ മതിൽ പിടിച്ചിരുന്ന് ഇങ്ങനെ കിടകടാ വിറയ്ക്കുക. എന്നിട്ട് ട്യൂണയുടെ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ പതുക്കെ വന്നാൽ മതി, ഇനി കാണാനുള്ളതൊക്കെ കണ്ടിട്ട് വന്നാൽ മതി, ഇനി ഒരു പോക്ക് പോകണ്ട. അങ്ങനെ 15 ദിവസത്തെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റിനായിരുന്നു പ്ലാൻ. പക്ഷെ വീണ്ടും തിരിച്ച് ഞങ്ങൾ റോഡിന് തന്നെ വന്നു, വണ്ടി ഓടിച്ച് തന്നെ വന്നു. അത് ഈ പറഞ്ഞ പോലെ ലേ സിറ്റി മോളിൽ നിന്നുള്ളൊരു വിഷ്വലും നല്ല രസമല്ലേ? അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഡെസേർട്ടിന്റെ നടുവിൽ ഒരു പച്ചപ്പ് പോലെ രസമാണ്. ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് കണ്ട് ഇങ്ങനെ അങ്ങോട്ട് എത്തുന്നത് ഭയങ്കര രസമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചങ്ല പാസ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പാസിൽ നിന്ന് അറിയില്ല. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ഈ പാസ് അറിയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവസാനത്തെ പാസ്സായിരുന്നു റോത്തങ്. ഞങ്ങൾ മണാലി വഴിയാണ് വരുന്നത്. അപ്പോൾ റോത്തങ് പാസ് എത്തി കഴിഞ്ഞപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്ന വൻ ബ്ലോക്ക് കുറേ നേരം നിന്നു. അപ്പം ട്യൂണ പറഞ്ഞ് ബ്രോ കയറിക്കോ, നേരത്തെ കയറിയ പോലെ ഞാൻ കൊണ്ടുവരാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ. അപ്പോൾ ആളുകൾ എപ്പോഴും പാസ് ചെയ്ത് പോകും. അപ്പോൾ അവരും നോക്കുമ്പോൾ ഒരാൾ ഹെൽമെറ്റും ഗിയറും ഇത് ഫുൾ ഇട്ടിട്ട് നടന്ന് കയറുവാണ്. അപ്പോൾ ആളുകൾ കളിയാക്കി ചിരിക്കും നോക്കണം. നമുക്കെല്ലാം അറിയുള്ളൂ നമ്മുടെ കഷ്ടപ്പാട്. അതിൻ്റെ മുകളിലെത്തി. എനിക്കൊരു മണാലി എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഏതോ ഒരു പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിക്കാൻ കയറി. അപ്പം അവർ ഞങ്ങളുടെ വണ്ടി ഇതെല്ലാം കണ്ടിട്ട് എന്നോട് ചോദിച്ചു, ഈസ് ഗാഡി മേ ആപ് ജാ രഹേ ലേ എന്ന് വെച്ചു. അപ്പം ഞങ്ങളിങ്ങനെ അത് ക്ലോസ് ചെയ്ത് ഈസ് ഗാഡി മേ ഹം ലേ മീൻസ് ആ രഹേ ലേ സി എന്നാണ്. എന്നിട്ട് ഞങ്ങൾ തന്നെ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് സ്ലോ മോഷൻ. അത് ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായത്. അതൊരു ഭയങ്കര നല്ല ഒരു, ഞാൻ എഴുതണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ എഴുതാൻ പറ്റാത്ത ഒരേ ഒരു ജേണി അതാണ്. ഭയങ്കര കാരണം ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്, നിങ്ങൾ എത്ര ആ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ പല ലേഡീസും വന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര ഡ്രസ്സ് കൊണ്ടുപോയി അതൊക്കെയാണ്. അപ്പം ഞങ്ങൾ 2 ജോഡി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ട്രക്കിംഗ് ബാൻഡ് ഫുൾ നരച്ചുപോയി. കാരണം ഒരു ഗ്രേ കളർ സാധനം തിരിച്ചെത്തിയപ്പോൾ പച്ച കളറായിട്ടുണ്ട്. കണ്ടിന്യൂസ് വെയിലും കൊണ്ടിരിക്കുകയാണ് ഈ ഒരു തൈസിന്റെ ഭാഗമെല്ലാം. അപ്പം ആള് വിളിച്ചത് എങ്ങനെ? അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു ട്രിപ്പ് ആദ്യം പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലഗേജ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. അതിപ്പോൾ ഞങ്ങൾ പപ്പുപന്താടി ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണമെങ്കിലും ലഗേജ് അതൊരു കഴിവാണ്. നമ്മളത് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവും എത്രത്തോളം ക്യാരി ചെയ്യണമെന്ന്. അപ്പം രാവിലെ ഇറങ്ങി ഇത് കെട്ടിവെക്കാനും ഒക്കെ എളുപ്പത്തിന് ആ ലഗേജ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ചെറിയൊരു ബൈക്കില് നിങ്ങൾ രണ്ടുപേരും ഇരിക്കണം. സാധാരണ ഇങ്ങനത്തെ ബൈക്ക് ട്രിപ്പ് ഒക്കെ ആകുമ്പോൾ ഒരാളായിരിക്കും പോകുന്നത്. അപ്പോൾ ബാക്കി ലഗേജ് വെക്കാം. രണ്ടുപേരുടെ ലഗേജ് എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ലാപ്ടോപ്പും ഉണ്ട്. എനിക്ക് അപ്പുപ്പന്താടിയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് എല്ലാ ദിവസവും രാത്രി ഞാൻ ഇരുന്ന് മെയിൽസ് മെസ്സേജസ് എല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് ഒരു ചെറിയ കാരിയർ എല്ലാം ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു ടൂൾ കിറ്റ് ഉണ്ട്. വണ്ടിക്ക് എന്തെങ്കിലും എമർജൻസി പണി കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ വെള്ളം അങ്ങനെയുള്ളത്. ഡ്രസ്സ് എന്ന് പറയാൻ കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളായിരുന്നു. അപ്പോൾ സ്റ്റിൽ അത് ഞങ്ങൾക്ക് ഒരു ഹെവി സാധനം തന്നെയായിരുന്നു അത് അത്രയും കൊണ്ടുപോകാന്നുള്ളത്.
പക്ഷെ ഇനിയൊന്ന് പോവാണെങ്കിൽ ചിലപ്പോൾ ഒരു സെറ്റ് ഡ്രസ്സിൽ തന്നെ പോയി അങ്ങനെ. പിന്നെ അത് ഈ പൊതുവെ പിന്നെ 28 ദിവസത്തെ യാത്രയാണ്. അപ്പം ഇതിൽ നമുക്കൊരു പീരിയഡ്സ് എന്തായാലും വന്നു പോകും. ഇപ്പം ഈ ആളുകൾ റെസ്പോൺസിബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ഞാനും ട്യൂണയും നമ്മളൊരു ചൂയിങ്കത്തിൻ്റെ ഒരു റാപ്പർ പോലും എവിടെയും കളഞ്ഞില്ല. അപ്പം വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം യാത്ര ചെയ്യുമ്പോൾ ചൂയിങ്കം ഉണ്ടാവും, ഉറങ്ങി പോകാതിരിക്കാൻ. അപ്പോൾ ഈ റാപ്പർ അല്ലെങ്കിൽ നമ്മളൊരു സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്തതാണെങ്കിൽ പോലും ഞങ്ങൾ അടുത്ത ഡസ്റ്റ്ബിൻ കാണുന്നവരെ അത് കൊണ്ടു നടക്കും. കാരണം ഒരു സ്ഥലത്തും പ്രോപ്പർ ടോയ്ലറ്റ്സോ ബിൻസോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. സോ ഞങ്ങൾ ആ ഒരു റെസ്പോൺസിബിൾ ട്രാവലേഴ്സ് ആയിട്ട് തന്നെയാണ് ആ ഫുൾ ത്രൂ ഔട്ട് ട്രിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു പോയി വന്നപ്പോൾ ആളുകൾക്ക്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യം ഒരു പോസ്റ്റ് ആയിട്ടിട്ടു എന്തൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത്. ഓക്കെ, നമുക്ക് അപ്പൂപ്പന്താടിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എത്ര ട്രിപ്സ് ചെയ്തു അപ്പൂപ്പന്താടി? ഇപ്പം നമ്മളിപ്പം 950+ ട്രിപ്സ് ആയി. അതിൽ എനിക്ക് തോന്നുന്നു മോർ ദാൻ 10,000 ലേഡീസ്. 10,000 ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്ക് നമ്പറാണ്. പല ഏജ് ഗ്രൂപ്പിൽ ഇവർ തന്നെ നമ്മുടെ കൂടെ പല ട്രിപ്പുകളിൽ ചിലർ 10 ട്രിപ്പ് 20 50 ട്രിപ്പൊക്കെ ചെയ്ത ആളുകളുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരാൾ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു 10,000+ ലേഡീസ് ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ മിക്സഡ് ഫാമിലി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു 2-3% അതിൽ മെയിൽസും ഉണ്ടാവും. ഈ ബഡ്ഡീസ് എന്നുള്ള സിസ്റ്റം കൊണ്ടുവരുന്നത് അപ്പൂപ്പന്താടിയാണല്ലോ. അപ്പം എനിക്കറിയാവുന്ന ഇപ്പോൾ നമ്മുടെ തന്നെ ബഡ്ഡീസ് ഒരുപാട് പേര് ഇവിടെ ട്രാവലിസ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൂപ്പന്താടിയുടെ കൂടെ വർക്ക് ചെയ്യാനും ആ വർക്ക് കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് ഇവരൊക്കെ മാനേജ് ചെയ്യുന്നത്? ഈ ബിസിനസ് ഇതൊരു ബിസിനസ്സും കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബിസിനസ് പാഷനിൽ നിന്ന് വന്ന ബിസിനസ്സാണ്. അല്ലെങ്കിൽ സാധാരണ നഷ്ടത്തിലൂടെയാണെങ്കിൽ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ ഒരു ഫീലിങ്സ് ഇല്ല. ഇപ്പോഴും ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് തോന്നുമ്പം ആ ഒരു പാഷനാണ് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാപനം എൻ്റെ അതേ ഇമോഷനിൽ കാണുന്ന ആളുകളായിരിക്കും ഈ ബഡ്ഡീസ് എന്ന് പറഞ്ഞത്. അപ്പം 2016 നമ്മൾ ട്രിപ്പ് തുടങ്ങി. 2017 ആദ്യമായിട്ട് ബഡ്ഡീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം വന്നത് രാധിക എന്ന ഒരു കുട്ടിയായിരുന്നു. മീൻസ് കുട്ടിയല്ല, എൻ്റെ സെയിം ഏജുള്ള. അപ്പോൾ പുള്ളിക്കാരിയും അതിനുശേഷം വന്ന ലിസ, ഇവരൊക്കെ എന്നെ പോലെ അപ്പൂപ്പന്താടി കാണുന്ന ആളുകളാണ്. അപ്പം എൻ്റെ ഒരു ആബ്സെൻസിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണോ തീരുമാനിക്കുന്നത് അതേ ഒരു മൈൻഡിൽ അവർ തീരുമാനിക്കുന്നത്. അപ്പം ഇവർക്കെല്ലാം ഒരു അലവൻസ് പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്, അവരുടെ എക്സ്പെൻസസ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ മോർ ദാൻ മണി ഞാൻ നോക്കുന്നത് ആദ്യം കമ്മിറ്റ്മെൻ്റ് ആണ് നമ്മൾക്ക് അടുത്തുള്ളത്. ഇപ്പം നമ്മൾക്ക് ആദ്യം തുടങ്ങിയപ്പോൾ 4-5 പേരായിരുന്നു ബഡ്ഡീസ്. ഇപ്പം 22 പേരുണ്ട്. അതിൽ ഒരാൾ മെയിൽ ബഡ്ഡി. നമ്മൾ മിക്സഡ് ഗ്രൂപ്പ് തുടങ്ങിയോണ്ട് നമ്മൾ എന്തുകൊണ്ട് ബഡ്ഡീസിൻ്റെ ലേഡീസ് മാത്രം ആക്കിക്കൂടാന്ന് പറഞ്ഞിട്ട് അതും ശ്രീനാഥ് എന്ന് പറഞ്ഞ ആള് ഇപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴായിട്ട് സംസാരിച്ച ഇതെങ്ങനെയായി ഇത് കോർഡിനേഷൻ. പുള്ളിക്ക് നമുക്ക് ചിലർക്ക് ഉണ്ടാവില്ല ചില ഡ്രീം ജോബ്. എന്നെ സംബന്ധിച്ച് പെട്രോൾ പമ്പിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു വെയിട്രസ് ആയിട്ടുള്ള ജോലിയൊക്കെ ഡ്രീം ജോബ് എന്ന് പറയും. പുള്ളിക്കാരൻ്റെ ഡ്രീം ജോബായിരുന്നു കോർഡിനേഷൻ. അപ്പം ഞാൻ പറഞ്ഞ ശരി, പണി തരാമെന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു ഇതിൽ ചെയ്യുന്നതാണ്. അപ്പം ഇവരെല്ലാവരും തന്നെ ലൈക്ക് എ ഫാമിലിയാണ്. അപ്പം ഇതിൽ ഈ 22 പേര് ആദ്യം മുതലേ ഉള്ളവരല്ല. നമ്മൾക്ക് ജോയിൻ ചെയ്യാൻ നമുക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണാത്ത ആളുകൾ അവരായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ചിലർ നമ്മൾ ബ്രേക്ക് കൊടുത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഉള്ള 22 പേര് ഈസ് ലൈക്ക് ആ ഒരു കോർ ടീമാണ്. ഇത്രയും യാത്രകൾ ചെയ്യുമ്പോഴേ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെയല്ല, നമ്മൾ മറ്റുള്ള ആൾക്കാരെ കൊണ്ടുപോകുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവരും എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് രാവിലെ ബെഡ് കോഫി കിട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ ടോയ്ലറ്റിങ് ഇത്രയും സൗകര്യം വേണം, അല്ല അങ്ങനത്തെ ഒക്കെ വിചാരിക്കുന്ന ആൾക്കാർ. അവരെ കുറ്റം പറയല്ല, അവരങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അത് ഹാൻഡിൽ ചെയ്ത് ഭയങ്കര വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കൂടുതൽ ആദ്യമൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. ഇപ്പം നമ്മൾ ആളുകളുടെ കംഫർട്ട് സോൺ നമ്മൾ ഡിമാൻഡിങ് ആയിട്ട് വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐറ്റിനറി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കോസ്റ്റ് എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്, നമ്മളൊരു ബ്രീഫിംഗ് കൊടുക്കുന്നുണ്ട്, പോകുന്ന ലാൻഡ്സ്കേപ്പ് വെതർ എന്താന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആളുകൾ വായിക്കുക എന്നുള്ളത് ആളുകളുടെ ഒരു മടിയാണ്. പിന്നെ നമ്മൾ ഓരോ ട്രിപ്പിന് മുന്നേ ഒരു ഗൂഗിൾ മീറ്റ് വെക്കും, ലോങ് ട്രിപ്പ്. നമ്മൾ എന്താ അപ്പോൾ ആളുകൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പോയ ആൾക്കാർ തന്നെയായിരിക്കും അറ്റൻഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ചിലർ ഒരു ഹോംവർക്കൊക്കെ ചെയ്തിട്ട് തന്നെ ട്രിപ്പിന് വരും. പക്ഷെ എന്നാലും ഒരു പെർസെൻറ്റേജ് ആളുകൾ ഇതേപോലെ ഡിസപ്പോയിൻറ്റഡ് ആവും. പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന സർവീസിലെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ കറക്റ്റ് ചെയ്യുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു 4 വർഷമായി ഞാൻ കോർഡിനേഷൻ എടുത്ത് ട്രിപ്പ് കൊണ്ടുപോയിട്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഐ എം കമ്മിങ് ബാക്ക്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് വരുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ അടുത്ത വീക്ക് ഒരു ട്രിപ്പ് ഞാൻ എടുക്കുകയാണ്, തുടങ്ങുകയാണ്. അപ്പം ചെറിയ ബ്രേക്ക് എടുത്തല്ലേ, ഒരു മോളായി. അപ്പം പ്രഗ്നൻസി മുതൽ ഇങ്ങോട്ട് 4 വർഷം ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ സർവീസസിൽ കുറേ ചേഞ്ചസ്, ചില ട്രിപ്പിൻ്റെ ടീം സൈസ് കുറച്ചു. കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി 12 പേരൊക്കെ 18 പേരൊക്കെ ഉള്ള കുഞ്ഞു ട്രിപ്പുകളാക്കി. ചില സ്ഥലങ്ങളിൽ നമുക്ക് 20 പേരൊക്കെ കൊണ്ടുപോകാൻ പറ്റും, എന്നാലും എക്സ്പീരിയൻസിന് കുഴപ്പമില്ല എന്ന് പറയുന്ന സ്ഥലത്ത്
നമുക്ക് നമ്മൾ അങ്ങനെ തന്നെ. പിന്നെ കോസ്റ്റിൽ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്തു. കാരണം ആളുകൾക്ക് ചിലർ വന്ന് ചോദിക്കും, ഞങ്ങൾക്ക് 1000 രൂപ കൂട്ടിയാൽ നിങ്ങൾക്ക് ഇന്ന സാധനം തന്നൂടെ എന്ന് വയ്ക്കും. പക്ഷേ സ്റ്റിൽ നമ്മൾ 2 ഓപ്ഷൻസ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരാൾക്ക് 5000 രൂപ മതി, അതിലുള്ള ഫെസിലിറ്റീസ് മതിയെങ്കിൽ അവർക്ക് അതെടുക്കാം. കാരണം നാളെ അവർ കുറഞ്ഞു പോയി എന്ന് പറയില്ല, ഐ മീൻ കൂടിപ്പോയി എന്നും പറയില്ല. പക്ഷേ വേറൊരാൾ എനിക്ക് 10000 തരാൻ പറ്റുമായിരുന്നു, എനിക്കത് വേണമായിരുന്നു, അങ്ങനെ ഒരു എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇപ്പം ബഡ്ജറ്റ് ചെറിയ ഓപ്ഷൻസ് കൊടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവാൻ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ 9 വർഷത്തെ ജേർണി എന്ന് പറയുമ്പം എനിക്കതൊരു ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നണമെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയാണ് നമ്മളിത് തുടങ്ങുന്നത്. അല്ലാതെ നമ്മൾ കാശ് വാങ്ങിച്ച് വെച്ചിട്ട് ആരും ഹാപ്പി അല്ലെങ്കിൽ അതിലൊരു മീനിങ് ഇല്ലല്ലോ. സോ എല്ലാം ഒന്ന് റീവാമ്പ് ചെയ്യണം. ശരിക്കും ഈ സാൻഡോന്റെ നമ്മുടെ ട്രാവലിസ്റ്റ് സാൻഡോന്റെ കാര്യത്തിലാണെങ്കിലും പുള്ളി കുറെ ടൂർസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്ക, സൗത്ത് അമേരിക്കയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഈ പെറു, ആമസോൺ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വളരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. എക്സ്പീരിയൻസ് ആണ്. അതെ എക്സ്പീരിയൻസ് റിച്ച് ആണ്. ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഒരുപാട് ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ വെച്ച് വരുന്നില്ല. ആമസോൺ കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, ആഫ്രിക്കയിൽ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ എല്ലാ എക്സ്പീരിയൻസും അവർക്ക് പക്കാൻ ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഡിസൈൻസ് എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ആലോചിച്ചാണ്. അത് കാരണം ആസ് എ ട്രാവലർ ഞാൻ ഒരു മോർ ദാൻ ഓൺ ബിസിനസ് പാർട്ട്, ഞാനൊരു ട്രാവലർ എന്നുള്ള രീതിയിൽ വരുന്ന ആളുകൾക്ക് ഞാനൊരു എക്സ്പീരിയൻസ് ആണ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഐറ്റിനറിയും ഡിസൈൻ ചെയ്യുന്ന ചിലതൊക്കെ ഞാൻ ഇപ്പോൾ റീഡിസൈൻ ചെയ്ത് തുടങ്ങി. കാരണം എൻ്റെ അതേ ആസ്പെക്ട് ചില സ്ഥലത്ത് സക്സസ് ആവില്ല. കാരണം എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ ഭൂട്ടാനിൽ പോകുന്ന ആൾ ഭൂംതാങ് കാണണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ ആളുകൾക്ക് പോയി 2 ട്രിപ്പ് പോയെന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് ഹെക്റ്റിക് ജേണിയാണ്, ആർക്കും ഭൂംതാങ് ഒരു റിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ പറഞ്ഞാൽ കർഷോട്ട് ചെയ്യാം. അപ്പോൾ 5 ദിവസത്തെ ട്രിപ്പാക്കി കുറച്ചു, കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവർക്കും 3 സ്റ്റാർ ഫെസിലിറ്റീസ് ആണ്, 0% എററുള്ള ഒരു ട്രിപ്പായി മാറി. മറ്റേ ഭൂംതാങ് കൊടുക്കുമ്പോൾ ലോങ് ട്രിപ്പ്, ഓഫ് റോഡ് കൺസേൺസ് കൂടുതലായിരുന്നു. ഓക്കെ, നമ്മളത് അതിനനുസരിച്ച് മാറ്റി. ഈ ലൊക്കേഷൻ സ്കൗട്ടിങ് എങ്ങനെ ചെയ്യുന്നത്? അത് സെപ്പറേറ്റ് ഒറ്റയ്ക്ക് പോയി ചെയ്യുമോ? അല്ല, ഞാൻ ഇനീഷ്യലി തുടങ്ങിയപ്പം ഏതൊരാളുടെയും പോലെ എനിക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 10 വർഷം മുന്നേയുള്ള ഹംപി, ഞാൻ അങ്ങനെ തന്നെ പറയും, 10 വർഷം മുന്നേയുള്ള ഹംപി, 10 വർഷം മുന്നേയുള്ള ഗണ്ടിക്കോട്ട, അല്ലെങ്കിൽ 10 വർഷം മുന്നേ ഒഡീസ, ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പം ഒന്ന് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1 in 3 months ആയിരുന്നു ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു വർഷത്തേക്ക് 13 ലീവാണ് കിട്ടുക, പിന്നെ ഹോളിഡേയ്സ് ഇതെല്ലാം. അപ്പം ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്യും. ജനുവരി 1 തന്നെ എൻ്റെ ഒരു വർഷം ഞാനങ്ങ് പ്ലാൻ ചെയ്യും. എന്നിട്ട് ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്ഥലങ്ങളെ കുറിച്ചുള്ള റിസർച്ച് തുടങ്ങും. ആദ്യം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും, പിന്നെ റിസർച്ച് തുടങ്ങും. അങ്ങനെ ഓരോ സ്ഥലം വന്നു. പിന്നെ അപ്പൂപ്പൻതാടി തുടങ്ങിയതിന് ശേഷം ഞാൻ പറയില്ല, വരുന്ന പെണ്ണുങ്ങളെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ 10,000 പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കഥകളാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സർവൈവൽ സ്റ്റോറീസ് ഉണ്ട്. ചിലരൊക്കെ ഞാൻ പറയാം, ചിലരൊക്കെ ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് അവരെ കണ്ടിട്ട് 60 വയസ്സിൽ ട്രാവൽ ചെയ്യുന്നവർ, 72 വയസ്സിൽ മല കയറുന്ന ആളുകൾ. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണ്, എനിക്കും പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോവാലോ എന്നാണ് ഞാൻ കാണുന്നത്. അപ്പം ഇവരിങ്ങോട്ട് പറയും, സജന നിങ്ങൾ എന്താ വാരണാസി വെക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഛത്തീസ്ഗഡ് പോയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാം നമുക്ക് ഉടനെ ചെയ്യാമെന്ന് പറയും. അപ്പം ഞാൻ അതിന് നെക്സ്റ്റ് ബെസ്റ്റ് സീസൺ നോക്കി ഞാനൊരു ട്രിപ്പ് പോയി ഐറ്റിനറി കണ്ട് ലൊക്കേഷൻ കണ്ടിട്ട് ഞാൻ പിന്നെ കൊണ്ടുപോകും. അപ്പം പക്ഷെ എന്നാൽ കൂടെ ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം എപ്പോഴും എന്താ പറയാ, ഈ ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻസ് ആളുകൾക്ക് വലിയ കുറവാണ്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറവാണ്. എല്ലാവർക്കും കോമൺ ആയി കാണുന്ന, നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്ന ബെസ്റ്റ് മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ കാണുന്ന 10 സ്ഥലങ്ങൾ, അതിലേക്ക് തന്നെ പോകണമെന്നായിരിക്കും ആളുകൾക്ക് ആഗ്രഹം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേയും അല്ലെങ്കിൽ ലഡാക്ക് അല്ലെങ്കിൽ കശ്മീരൊക്കെ ഞാൻ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത സ്ഥലം. പക്ഷെ എനിക്ക് ആസ് എ പേഴ്സൺ അങ്ങോട്ട് ഗ്രൂപ്പിനെ കൊണ്ട് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ പിന്നെ ആളുകൾ ഡിമാൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മളും എൻ്റെ അടുത്ത് ഈ ക്ലോസ് ആയിട്ടുള്ള ബഡീസ്, ഇപ്പോൾ പൗർണമി, അവരൊക്കെ പറയും നിങ്ങൾ മാറി ചിന്തിക്കണം, നിങ്ങൾ നിങ്ങളുടെ ലെവലിൽ ചിന്തിച്ചത് ആസ് എ ബിസിനസ് ഇത് മുന്നോട്ട് പോയില്ല. പക്ഷെ ചിലതൊക്കെ എനിക്ക് ഇഷ്ടമില്ലാതെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇഷ്ടമുള്ള ചെയ്യുന്ന ചില ട്രിപ്പുകളുണ്ട്. അതായത് ഞാനിത് തുടങ്ങിയത് ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, കാണാത്ത ഞാൻ കണ്ട കുറച്ച് മനോഹരമായ കാഴ്ചകൾ, വിഷ്വൽസ് ആളുകൾക്ക് എത്തിക്കാനാണ്. അപ്പം അങ്ങനെ ഒരു 1-2 ട്രിപ്പെങ്കിലും ഒരു വർഷം ഞാൻ ചെയ്യും. കാരണം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളു. അതായത് ആ ട്രിപ്പ് ചിലപ്പോൾ ലോസിലായിരിക്കും പോകുന്നത്, പക്ഷെ ഡസൻറ്റ് മാറ്റർ. പക്ഷെ ആ പോയി വരുന്നവർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് കാശ്മീരോ മണാലിയോ പോയാൽ കിട്ടില്ല. ഛത്തീസ്ഗഡിൽ റായ്പൂരൊക്കെ, അതൊക്കെ പോയ ടീമും നല്ലതായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു നല്ല ട്രിപ്പായിരുന്നു. ഞാൻ ഈ ട്രാവൽ സ്റ്റൈൽ, ഈ പോഡ്കാസ്റ്റ് സെഷൻസും അതുപോലെ നമ്മുടെ സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷനൊക്കെ ഉണ്ട്. ഞാനിതിൻ്റെ ക്യാമറയുടെ പുറകിൽ കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയുള്ള ഏറ്റവും വലിയ അനുഭവം, ഇവിടെ വരുന്ന സ്ത്രീകൾ അവർ പറയുന്ന ഒരു പ്ലാനിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ ഓണവും വിഷുവും ക്രിസ്മസും ഫാമിലി ഫംഗ്ഷൻസും ഒക്കെ മാറ്റി വെച്ചിട്ട് ഓരോ യാത്രകൾക്ക് വേണ്ടി അവർ മുന്നേ എടുക്കുന്ന പ്രിപ്പറേഷൻ, പ്ലാനിങ്,
ഒരു സാക്രിഫൈസ് അതെനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഞാൻ ഇവിടെ വന്നിരുന്നതിന് ശേഷം, ഈ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷമാണ് അത് മനസ്സിലാക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, നമ്മൾ പറയും അയ്യോ സമയമില്ല, പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറയും. അത് ഈ സ്ത്രീകളിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഭയങ്കര ഇപ്പോൾ ആ സ്ത്രീകളെ പറ്റി പറഞ്ഞപ്പോൾ 10,000 സ്ത്രീകളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചാണ്, ഞാനിവിടെ വരുന്ന ഒരു 10 പേരെന്ന് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ബൈ നാച്ചുറൽ, ഇപ്പൊ ഞാനൊരു അമ്മയും കൂടെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കൂടെ വിചാരിച്ചില്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾ ബെസ്റ്റ് മാനേജേഴ്സ് ആവുന്നത്. കാരണം അവർക്ക് ബൈ നാച്ചുറൽ ഈ മൾട്ടി ടാസ്കിങ് മാനേജ്മെന്റ് അവർക്ക് അറിയാം. അത് ഒരിക്കലും ഞാൻ അവരെ അല്ലെങ്കിൽ സ്ത്രീകളെ അവരെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, പക്ഷെ അവരുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് അതാണ്. ലൈക്ക് ഇപ്പം ആസ് എ മോം എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം രാവിലെ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നറിയാം. അപ്പം അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു 2 ആഴ്ചത്തെ എൻ്റെ പ്ലാനിങ് ആണ്. സോ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ അതെന്താണെങ്കിലും അവർക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പം എസ്പെഷ്യലി അവർ അത്രയും ഒരു കോ ട്രാവലറും കൂടെ ആണെങ്കിൽ അവരുടെ ആ ഒരു വർക്കൗട്ട് ഹോംവർക്ക് ഭയങ്കര രസമായിരിക്കും. കവിത ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, കവിത ചേച്ചിക്ക് വന്ന് പറയാണ് എനിക്ക് മകൾക്ക് ഇന്ന കാര്യമുണ്ട്, ഹസ്ബൻഡ് ഇന്ന കാര്യമുണ്ട്, ഇതൊക്കെ അവര് ഷെഡ്യൂൾ ചെയ്ത് വെച്ചുകൊടുക്കുകയാണ്. എന്നിട്ടാണ് അവര് അവരുടെ യാത്രകൾക്ക് ഇറങ്ങുന്നത്, മൗണ്ടൻസിൽ കയറാൻ പോകുന്നത്. അവരെ ഇതിൽ ആരും കൺവിൻസ് ചെയ്യാനുള്ള കാര്യമല്ല, പക്ഷെ അവർക്ക് മനസ്സിലാവണല്ലോ. ഇപ്പോൾ ഹസ്ബൻഡിന് അത് ഇവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് മനസ്സിലാവണം, മക്കള് അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർ മനസ്സിലാവും. അപ്പൊ അവർ അതിനു വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം. ഒരു ഏജ് ഒക്കെ കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾക്ക് മനസ്സിലാവും അമ്മ എന്തോളം എഫേർട്ട്. എന്റെ മോളിപ്പോ ആ ഏജ് ആയിട്ടില്ല, അപ്പൊ അവർക്ക് ഇപ്പൊ എപ്പോഴും ഞാൻ വേണം. എന്നാലും ഞാനൊരു പ്ലാൻ ബി വെച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നു ആണുങ്ങൾ ആ ഒരു ലെവലിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യും. അല്ലാത്തവരാണ്, ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു, അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ട്രാവൽ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ട്. സെയിം ഇപ്പം അത് ഓരോ ഏജിലാണെങ്കിൽ ഇപ്പം ആസ് എ ടീനേജർ അവർ ട്രാവൽ ചെയ്യുമ്പോൾ വീട്ടിൽ പെർമിഷൻ ചോദിക്കുന്നു. ചിലപ്പോൾ പയ്യന്മാർ ചിലർ ചോദിക്കുമെങ്കിൽ ചിലർ ചോദിക്കില്ലായിരിക്കും. ഇനിയിപ്പോൾ അത് കല്യാണം കഴിയുന്നതിനും ഈവൻ ഒരു ജോലി ആയാൽ പോലും ചിലർ ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ ചിലർ അപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻലോസിൻ്റെ പെർമിഷൻ, ഹസ്ബൻഡിൻ്റെ പെർമിഷൻ, പോയിന് പെർമിഷൻ കിട്ടിയാൽ തന്നെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും സ്കെഡ്യൂൾ ചെയ്ത് വെച്ചാണ്. പക്ഷെ അതൊരു ആണാണെങ്കിൽ അത് എല്ലാവരും ഞാൻ പറഞ്ഞില്ല, പക്ഷെ എന്നാലും ഒട്ടുമിക്ക ആളുകൾ അവർക്ക് ഇതൊന്നും നോക്കി. ഇപ്പം ഒരാൾ പറയാം എടാ നമുക്ക് നെക്സ്റ്റ് വീക്കിന് ട്രിപ്പ് പോയല്ലോ, അപ്പോൾ ശരിയടാ. അപ്പം മേ ബി അവർ ഭാര്യയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല, ഭാര്യ ചിലപ്പോൾ അറിയുന്നത് ലേറ്റ് ആയിരിക്കും, പക്ഷെ അവർക്കൊന്നും സ്കെഡ്യൂൾ ചെയ്യണ്ട, അവർക്ക് ബാഗ് എടുത്ത് പോയാൽ ഞാൻ പോവാണ്. അപ്പം ചില ഇറസ്പോൺസിബിലിറ്റി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അപ്പോഴും അവരുടെ തലയിൽ ലോജിക്ക് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് സൺഡേ പോകുന്നുണ്ട്, ഓക്കെ അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ നൈറ്റ് ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് സൺഡേ രാവിലെ പോകണം. നമ്മൾ രാവിലെ ആയിരിക്കും ബാഗ് എടുത്ത് വെക്കുന്നതും ഇറങ്ങി പോകുന്നത്. ഇപ്പൊ എന്റെ കാര്യത്തിലാണ് റാം, ഇപ്പൊ ഞങ്ങളൊരു 3 പേര് കൂടെ ഒരു ട്രിപ്പ് പോവാണെങ്കിൽ റാം എപ്പോഴും പറയും ലാസ്റ്റ് മിനിറ്റ് ഞാൻ ഈ വെള്ളത്തിൽ വീണ പാറ്റയെ പോലെ ഇങ്ങനെ ഓടി നടക്കും. അപ്പൊ ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കാം, എന്നാൽ വെള്ളം എടുത്ത് വെക്ക്, ബാഗ് എടുത്ത് വെക്ക്. അപ്പൊ മോളുടെ ഫുൾ ഫുഡ്, അവളുടെ നാപ്പി എല്ലാം എടുത്ത് വെക്ക്, എന്നിട്ട് നമുക്കറിയാം. പിന്നെ റാം അത് പറയാതെ മനസ്സിലായി. യാത്രകളിലെ പ്രത്യേകിച്ച് സ്ത്രീ യാത്രകളിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ? ഒറ്റയ്ക്ക് പോയ യാത്രകളിലാണെങ്കിൽ എല്ലാ യാത്രകളിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ യാത്രകൾ പറയുമ്പോൾ കൂടുതൽ ആളുകളെ കാണുക, നല്ല ഫുഡ് കഴിക്കുക, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻസ് എങ്ങനെയെങ്കിലും കാണുക, എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ പോകുന്നതാണ്. ശരിക്കും ഒരു റോഡ് ട്രിപ്പ് പോലെയാണ് പോകുന്നത്. അപ്പം അതിൽ ഒരു കോർ ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടാവും. ഒന്നുകിൽ ലൈഫ് ത്രെട്ടനിങ് എന്തെങ്കിലും ഒരു ഇവൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഹറാസ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും. ചിലപ്പം പോക്കറ്റ് അടിച്ചിട്ടുണ്ടാവും, കാശ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും, ട്രെയിൻ മിസ്സായിട്ടുണ്ടാവാം, ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുമ്പോൾ പേടിക്കില്ലേന്ന്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ തലയിലേക്ക് ആ ഒരു പേടി കയറില്ല. അപ്പോഴും നമ്മൾ ആലോചിക്കുന്ന എനിക്ക് അടുത്ത സ്ഥലമുണ്ട് അവിടെ പോകണം. അപ്പം ഞാൻ ഓർച്ച എന്ന് പറഞ്ഞ സ്ഥലം പോകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഗോകർണ പോയപ്പോൾ മിർജാൻ ഫോർട്ട്, ഇപ്പോഴത്തെ മിർജാൻ ഫോർട്ടല്ല, ഒരു 10 വർഷം മുന്നേ മിർജാൻ ഫോർട്ടൊക്കെ പോകുമ്പോൾ ആളുകൾ പറഞ്ഞിരുന്നു അവിടെ പോരുത്, അവിടെ ആരെയോ ഇതേപോലെ റേപ്പ് ചെയ്തിട്ട് അവിടെ കൊന്നിട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ഇൻസിഡൻറ്റ്. ഒന്ന് മിർജാൻ ഫോർട്ടിൽ അവിടുത്തെ കിണറിൽ ആരെയോ കൊന്നിട്ടിട്ട് അതിൻ്റെ പ്രേതം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പോകാൻ അനുവദിച്ചില്ല അവിടുത്തെ ലോക്കൽസ്, പക്ഷെ പോയി കണ്ടു. അതുപോലെ ഓർച്ച പോണതിന് മുന്നേ ഒരു ഫോറിൻ ലേഡീനെ അവിടെ ലോക്കൽസ് അവിടെ റേപ്പ് ചെയ്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ഒരു അൺലക്കി ഈവൻ്റ് ആണ്, പക്ഷെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചില ഓഫ് റോഡുകളിൽ, ഐ മീൻ ചില ഡിസ്റ്റൻസ്, ഇപ്പം അധികം പോപ്പുലർ അല്ലാത്തൊരു ഡെസ്റ്റിനേഷൻസിലൊക്കെ പോകുമ്പോൾ ആളുകൾ ലോക്കലി മിസ്ബിഹേവ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമായിട്ടാണ്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ ലൈഫ് ത്രെട്ടനിങ് ഇവന്റ് അതെന്തായിരുന്നു? ഓർച്ച് പോയ സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. നമ്മൾ ഒരു ആ ലോക്കൽ ടൈം അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ അറിയാത്ത നമ്മളൊരു അറൈവൽ ടൈം ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അസമയം എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. അപ്പം അവിടെ 10 മണിക്കാണ് ഞാൻ ചെന്നിറങ്ങി. അപ്പം ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ ഒരു 1 കിലോമീറ്ററിനുള്ളിൽ ഹോട്ടൽ വരെ നടന്നു പോകാം. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആരുമില്ല. ഒരു ഭയങ്കര
ഇതായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം പക്ഷെ ഞാൻ ഓട്ടോയിൽ കയറിയപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഓട്ടോക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ഹോട്ടലിലാണ് പോകേണ്ടതെന്ന്. പക്ഷേ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല മാഡം നല്ലൊരു ഹോട്ടൽ ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തിനാണ് അയാളുടെ കൂടെ പോയത്. അയാൾ പോയി അയാളുടെ ആ ഹോട്ടൽ റൂമിൽ ഞാൻ കയറിയിട്ടുണ്ട്. പക്ഷെ എന്തോ അപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല ഇത് എനിക്ക് എന്തോ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞില്ല ശരിയാവില്ല എന്നാണ് ഞാൻ വേറെ നിങ്ങൾ പറഞ്ഞ ഹോട്ടലിൽ കൊണ്ടുവിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ അതങ്ങനെ അത് ട്രാപ്പായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കത് പിന്നെ ആലോചിച്ചപ്പോൾ ഒട്ടും അൺസേഫ് ആയിട്ടൊരു സാധനമായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ മുൻഷിയാരി പോയ സമയത്ത് പട്ടാളക്കാർ ഞാൻ ഒരിക്കലും അവരെ അങ്ങനെ ഇതായിട്ട് മോശമായിട്ട് പറയല്ല. പക്ഷെ അതിൽ പോണ വഴിക്ക് ഒരൊറ്റ ബസ്സേ ഉള്ളൂ ആ റൂട്ടിൽ. അപ്പം ഭയങ്കര ഓവർലോഡായിട്ട് വരുന്ന വണ്ടി, അതിൽ ലോഡും ആളും ഒക്കെ ഉണ്ട്. എനിക്ക് ഇരിക്കാൻ സീറ്റില്ല. അപ്പോൾ അതിലൊരു പട്ടാളക്കാരൻ വീട്ടിലേക്ക് പോവാണ് ലീവ് കിട്ടിയിട്ട്. അപ്പോൾ അയാൾ എൻ്റെ ബാഗ് വെക്കാൻ ഹെൽപ്പ് ചെയ്തു. അപ്പം ആ വണ്ടി പകുതി 2-3 പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയി. അപ്പം അവസാനം ഒരു 10-15 പേര് ചേർന്നിട്ട് വേറൊരു വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ആ കൂട്ടത്തിൽ കൂടി. പക്ഷെ വണ്ടിയിലിരുന്നപ്പോൾ അയാളുടെ ബിഹേവിയർ അത്ര നല്ലതല്ലായിരുന്നു. അപ്പം എനിക്കില്ല നമ്മൾക്ക് അത്രയും നേരം തോന്നിയ ഒരു ബഹുമാനം അങ്ങ് ഇല്ലാതെ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ എനിക്ക് പോകേണ്ട സ്ഥലത്തിനും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ വന്ന് ഇറങ്ങി. ധാൽ എന്ന് പറയും. അതൊരു കുഞ്ഞു ഗ്രാമമാണ്. അപ്പോൾ ഞാൻ നടന്നൊരു 200 രൂപയുടെ ഒരു ലോഡ്ജ് കണ്ടു. അപ്പോൾ ഇന്ന് നൈറ്റ് അവിടെ സ്റ്റേ. അപ്പോൾ അടുത്തൊരു കടയിൽ അപ്പൂപ്പൻ ചോദിച്ചപ്പോൾ അയാൾക്ക് കോഴിക്കോടൊക്കെ അറിയാം, അയാൾ കൊച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഹോട്ടൽ വെച്ചപ്പോൾ അയാൾ പറഞ്ഞ് മുന്നോട്ട് പോയ ഒരു ലോഡ്ജ് ഉണ്ട്. അപ്പോൾ അവിടെ താമസിച്ചു. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ താമസിച്ച് കുക്ക് ചെയ്ത് താമസിക്കും, അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാണ്. ഇതേപോലെ രാത്രി ഇതേപോലെ തൊട്ടടുത്ത റൂമിൽ 2 പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സാണ്. രാത്രി വൈകുന്നേരം ഇതേപോലെ ഞങ്ങൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോയപ്പോൾ ഇയാൾ ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഭയങ്കര 5 മിനിറ്റ് സംസാരിക്കാമോ അകത്തേക്ക് കയറാൻ പറയുമ്പോൾ നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. പുറത്തിരുന്ന് സംസാരിച്ചപ്പോൾ ഇയാൾ കല്യാണം കഴിക്കാത്ത ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞാൽ എനിക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞപ്പം അതൊരു സെക്ഷുവൽ ടോക്കായി മാറി. അപ്പം ഞാൻ ആദ്യം നോക്കിയത് ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് ഡോറ് എത്ര ദൂരത്തിലാണ്, എൻ്റെ റൂം ഡോറ് എത്ര പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പോൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഞാൻ വേഗം ചാടി കയറി റൂമിലേക്ക് പോകാൻ ചെയ്തത്. എന്നിട്ട് ഭയങ്കര പേടിയായിരുന്നു. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്ത് ടേബിളെല്ലാം എടുത്തിട്ട് അറിഞ്ഞൂടല്ലോ ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന്. ഒന്നുമില്ല, ആരുമില്ല വിളിച്ചാൽ വരാനും ഒന്നിനുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പോകാൻ നേരത്ത് മറ്റേ ചേട്ടൻ്റെ അടുത്ത് ഞാൻ യാത്രയൊക്കെ പറഞ്ഞു. ഇയാളിങ്ങനെ അയാളെന്ത് പിണങ്ങിയിരിക്കുന്നു എന്ത് ചെയ്തിട്ടാണോ എന്തോ. അങ്ങനെ യാത്ര പറഞ്ഞു. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഇതുണ്ട്. ഇപ്പം പക്ഷേ ആൻഡമാനിൽ പോയപ്പോൾ നോർത്ത് ആൻഡമാനിൽ പക്ഷേ നല്ലൊരു ഫാമിലിയാണ് എന്നെ വെൽക്കം ചെയ്തത്. അങ്കിൾ ഇപ്പോഴും കോണ്ടാക്റ്റ് ഒക്കെ ഉള്ള ഒരാളാണ്. വല്ലപ്പോഴും വിളിക്കും. പുള്ളിക്കാരൻ കേരളത്തിൽ വന്ന സമയത്ത് പുള്ളിക്കാരനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോരോ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതേപോലെ ഭൂട്ടാനിൽ പോയ സമയത്ത് ഇതേപോലെ ഒരു പറയാൻ പാടില്ല, പക്ഷെ അവിടുത്തെ ഒരു ലോക്കൽ അവിടുത്തെ കള്ളു കുടിച്ച് വളരെ മോശമായിട്ട് ബസ്സിൽ ബിഹേവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഓരോ ഡെസ്റ്റിനേഷൻ ഓരോ ട്രിപ്പ് നോക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എപ്പോഴും കാണും. അപ്പോൾ അത് കണ്ട് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടപ്പോൾ ആളുകൾ പോസ്റ്റ് കാണുമ്പോൾ ചോദിക്കും ഞാൻ ഇങ്ങനെ ഭയങ്കര ലക്കിയാണ് ഇതെന്ന്. അപ്പോൾ ഞാൻ ഇതിന് സമ്മറൈസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം അന്ന് വരെയുള്ള എല്ലാ എക്സ്പീരിയൻസും കൂടെ ഒരു സമ്മറി ചെയ്തൊരു പോസ്റ്റ് ഇട്ടു. അത് കണ്ടു കഴിഞ്ഞാൽ ഷാരുവിൻ ലക്കിയാണെന്ന് പറഞ്ഞിട്ടില്ല. സോ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. അത് രസമാണ്, അത്രയേ ഉള്ളൂ. ചില കാഴ്ചകളാണ് കുറെ നമ്മളെ യാത്രകളിൽ കൊണ്ടുപോകുന്നത്. പിന്നെ അനുഭവങ്ങൾ, പിന്നെ മനുഷ്യന്മാര്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യന്മാര് കാണാം. പിന്നെ ഭക്ഷണം ഫുഡിയാണോ? യെസ്, ഫുഡ്, സിനിമ, യാത്ര, ഇതെല്ലാം ഭയങ്കര കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ 2 വർഷം കൊറോണ വന്നിരുന്നപ്പോൾ വീട്ടില് സിനിമ കണ്ട് സിനിമയിലൂടെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ പറയില്ല ഒരു ഡെസ്റ്റിനേഷൻസ് കാണുന്നത് ഏതെങ്കിലും ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ ഒക്കെ കണ്ടിട്ടായിരിക്കും. സോ ആൻഡ് ഓൾസോ മനസ്സ് മിനിമം സിനിമയിലെ കൂടെ യാത്ര മനസ്സെങ്കിലും യാത്ര ചെയ്യണം. യെസ്, അങ്ങനെ കുറെ ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. ഇപ്പോൾ ഒരുപാട് കാണും, സീരീസ് ഒക്കെ ആയിട്ട്. ഈ യാത്രകളിൽ കഴിച്ചതിൽ ഏറ്റവും എന്താ പറയാ ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയായിരുന്നു? അങ്ങനെ ഡിഫറെന്റ് ആയിട്ടെന്ന് തോന്നുന്നത് ഓരോ സ്ഥലം ചെല്ലുമ്പോൾ അവരുടേതായിട്ടുള്ള നമുക്ക് പൊതുവേ എപ്പോഴും നമ്മളുടെ ഫുഡാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത് അറിയാം. അപ്പം അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴൊക്കെ നമുക്കിവിടെ മൊമോസ് കിട്ടും. ഞാൻ ആദ്യമായിട്ട് മൊമോസ് കഴിക്കുന്നത് തവാങ്ങിൽ പോയപ്പോഴാണ്. തവാങ്ങിൽ ഈ പറഞ്ഞ പോലെ 2017 ഞാൻ പോകുന്നത്.
അപ്പം അത് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നില്ല ഇവിടെ പാലക്കാട് മലയുടെ മേലെ ഒരാൾ കുടുങ്ങിയിട്ട് അതിനെ ലീഡ് ചെയ്ത ഒരു മേജർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. ആ സമയത്ത് പുള്ളിക്കാരൻ തവാങ്ങിലാണ് അന്ന് ഇത് ഇതായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് നിങ്ങൾ ഒരാൾ ഒരു ദിവസം ഞങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ അന്ന് തവാങ്ങിനെ കുറിച്ച് കേട്ടിട്ട് പോലും അങ്ങനെയാണ് തവാങ് കേൾക്കുന്നത്. അങ്ങനെ ഗുവാഹട്ടിയിലെത്തി. ഗുവാഹട്ടിയിൽ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടാണ് എനിക്ക് സ്റ്റേ ശരിയാക്കി. അവിടുന്ന് വണ്ടി വിളിച്ചു. അങ്ങനെ തവാങ്ങിലെത്തിയും. പക്ഷെ പുള്ളിക്കാരൻ ആ സമയത്ത് എന്തോ ഒരു ഇതിൽ അവിടെ ഇല്ലായിരുന്നു. അപ്പം അന്ന് ആർമിയാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് വൈകുന്നേരം ഇപ്പം എൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന വേറൊരു പുള്ളി പറഞ്ഞു നമുക്ക് മൊമോസ് കഴിക്കാം. ഞാൻ ആദ്യമായിട്ട് മൊമോസ് കേൾക്കുന്നത് അവിടെ നിന്നാണ്. അപ്പം ഞാൻ കണ്ടു. അപ്പം എന്നോ അതിൽ കൂടെ ചട്നി വരും. അപ്പോൾ ഇത് ചട്നി ഡിപ്പ് ചെയ്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്കതൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു എക്സ്പ്ലോർ ചെയ്തൊരു സാധനമായിരുന്നു മൊമോസ് എന്ന് പറഞ്ഞത്. പിന്നെ അബദ്ധം പറ്റിയ ഒരു സാധനമുണ്ട്. അതായത് ഞങ്ങൾ ഈ റൈഡ് പോയ സമയത്ത് കശ്മീരി പറാത്ത അത് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾക്ക് രാവിലെ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കണം. പക്ഷെ പറാത്ത ഭയങ്കര ഹെവി ആയിരുന്നു. അങ്ങനെ അതൊരു കാശ്മീരി പൊറോട്ട അറിയില്ല. അത് ഇത്തിരി ഹാർഡാണ്. നമ്മളെ പറാത്തയല്ല, കുറച്ച് ഹാർഡാണ് അത്. അപ്പൊ അത് ഡിപ്പ് ചെയ്ത് കഴിക്കും. പക്ഷെ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് ഞങ്ങൾ അത് കഴിച്ചില്ല. അപ്പൊ അങ്ങനെ കുറെ എടുത്തു പറയാൻ ഒരു ഇൻസിഡന്റ് എന്ന് പറയാനാണെങ്കിൽ പിന്നെ ഒരു കാശ്മീരി ലോക്കൽ ഫാമിലി ഞങ്ങളെ ഹോസ്റ്റ് ചെയ്തിരുന്നു. അത് ഈ പറഞ്ഞ പോലെ അവരുടെ വസ്വാൻ എല്ലാം കഴിച്ച് അത് അവരുടെ ആ പാത്രത്തിൽ കൈ കഴുകി അതൊക്കെ കുറേ ഉണ്ട്. ഐ മീൻ ഫുഡിന്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ പരിചയപ്പെട്ട മുഖങ്ങളോ മനുഷ്യന്മാരോ ഇപ്പൊ നമ്മൾ അതിന്റെ മല്ലത പറഞ്ഞു അതുപോലെ എങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ പുസ്തകം ആക്കണം എന്ന് വിചാരിച്ചിട്ട് എഴുതി വെച്ചിട്ട് ഒരു 4-5 വർഷം ഇതുവരെ എഴുതിയിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ രമ്യ സാനന്ദിന്റെ വഴിയിൽ തെളിഞ്ഞ മുഖങ്ങൾ. അപ്പൊ ഞാൻ എക്സാക്ട്ലി വിചാരിച്ച ആ ഒരു സംഭവമാണ്. അപ്പൊ അതുപോലെ പറയാനാണെങ്കിൽ ഞാൻ ഹംപിയിൽ പരിചയപ്പെട്ട ഗൈഡ് ഗംഗയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആൻഡമാനിൽ അങ്കിളുണ്ട്. പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് ഇപ്പം ഗോകർണ പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ പരിചയപ്പെട്ട ഒരു ഫാമിലി ഉണ്ട്. അങ്ങനെ ഓരോ യാത്രയിലും പിന്നെ രാമേശ്വരത്ത് ഒരു ഫാമിലി ഉണ്ട്. ഇവരുടെ എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടൊരു കഥ? ആൻഡമാനിൽ ഞാൻ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ ഏതൊരു യാത്രയിലും ഒരു സ്ഥലം ഞാൻ പറഞ്ഞില്ല എനിക്ക് കാണണം എന്നുണ്ടാവും. വേറെ എവിടെ പോയില്ലെങ്കിലും അവിടെ പോകണം. അങ്ങനെ നോർത്ത് ആൻഡമാൻ പ്ലാൻ ചെയ്തു. നോർത്ത് ആൻഡമാനിലേക്ക് ഹാവ്ലോക്കിൽ നിന്ന് പോർട്ട് ബ്ലെയറിൽ നിന്ന് യാത്ര കുറച്ച് പാടാണ്. ബസ് കിട്ടാനും പിന്നെ റോഡ് ഭയങ്കര മോശമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തെ ഒരു ഇതിലാണ് എനിക്കൊരു ബസ്സിൽ സീറ്റ് കിട്ടി ഏറ്റവും ബാക്കിൽ. അപ്പം ഞാൻ ഏറ്റവും ബാക്കിലെ സീറ്റിലിരിക്കുമ്പം എൻ്റെ തൊട്ട് ഫ്രണ്ടിലെ സീറ്റിൽ ഒരു കുറച്ച് പ്രായം എൻ്റെ ഫാദർലി ഏജിലുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ കുറേ നേരം കൊണ്ട് ഫോൺ എന്തോ ചെയ്യുന്നുണ്ട്, ശരിയാവുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ബേട്ടാ ഇതൊന്ന് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി കൊടുത്ത് അപ്പം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫോൺ ശരിയായി. പിന്നെ അപ്പം മുതൽ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പം അവിടുന്ന് 2 ഫെറി കയറി പോകാനുണ്ട് ഇടയിൽ 2 ഇതിൽ. അപ്പം എനിക്ക് ആദ്യത്തെ ഫെറി കയറിയപ്പോൾ ഞാൻ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതിന് മുകളിൽ കയറി. പക്ഷേ ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് ഇവർ വേഗം ഇറങ്ങി വേഗം ആളെ കയറ്റും. മറ്റേ പ്രൈവറ്റ് വണ്ടികളെ പോലെ വെയിറ്റ് ചെയ്യില്ല. അപ്പം ഞാൻ നോക്കി ഇറങ്ങി വന്നപ്പോഴത്തേക്കും വണ്ടി പോകാൻ നിൽക്കുകയാണ്. പക്ഷെ അങ്കിള് ബസ് പിടിച്ചു വെച്ചിരിക്കുക. ബേട്ട ആവോ എന്നാണ് കയറിയപ്പോൾ ഡ്രൈവർ കുറേ ചീത്ത പറഞ്ഞു. പക്ഷെ അങ്കിൾ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. അപ്പം 2ാമത്തെ ഫെറി കയറിയപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായി. അങ്ങനെ അത് കയറി. അപ്പം എൻ്റെ അടുത്ത് പോകുന്ന വഴിക്ക് അങ്കിൾ ചോദിച്ചു അവിടെ ഹോട്ടൽ എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാമെന്നാണ്. അപ്പം എൻ്റെ ഒരു കൺസെപ്റ്റിൽ 5 മണിക്ക് അവിടെ എത്തും, 6 മണിയൊക്കെ ആകുമ്പോഴല്ലേ ഇരുട്ടാവുള്ളൂ. അപ്പം നോക്കി തിരഞ്ഞു നോക്കാം. കാരണം ഗൂഗിളിലൊന്നും കണ്ടില്ല. പക്ഷെ 5 മണിക്ക് അവിടെ എത്തിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. ഒരു 8 മണി. അധികം ഒന്നും കടകളോ ഒന്നുമില്ല. അപ്പം എങ്ങോട്ട് പോകും എന്ത് ചെയ്യുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം നോക്കുമ്പോൾ അപ്പം ഇറങ്ങാൻ നേരത്ത് വീണ്ടും അങ്കിൾ പറഞ്ഞു വേണമെങ്കിൽ വീട്ടിൽ വരാം, ഞാനും ആൻറ്റിയും മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ വീട്ടിൽ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങനെ കയറി പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ നോ പറഞ്ഞു. അങ്ങനെ ബസ് പോയി. അങ്കിൾ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഓട്ടോയിൽ കയറാൻ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഒന്നും നോക്കില്ല, അങ്കിളെ ഞാനും കൂടെ വരട്ടെ വെച്ച്. അപ്പോൾ അങ്കിൾ ശരി എന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്കിളാകുന്ന സമയത്ത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് ആൻറ്റി അവർ ബംഗാളി ഫാമിലിയാണ്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ വലിയ പൊട്ടൊക്കെ തൊട്ട് കുളിച്ച് സുന്ദരിയായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആദ്യം ഓട്ടോ ഇറങ്ങുന്ന ഞാനാണ്. അപ്പം ആൻറ്റിയുടെ മുഖമൊക്കെ ഇതാര്. അപ്പോൾ അങ്കിൾ പറയുന്നുണ്ട് ഇങ്ങനെ വഴിയിൽ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പോൾ ആൻറ്റി ഓക്കെ ആണ്. അപ്പോൾ ആൻറ്റി കുറേ ആൻറ്റി ഇത്തിരി OCD ഉള്ള കൂട്ടത്തില്ല, കുളിച്ചിട്ടേ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം വീട്ടിൽ കയറി. അപ്പം അവർക്ക് 2 റൂമാണ്. ഒരു റൂം പൂജാ റൂമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പൂജാ റൂമിൽ സൈഡ് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. പിന്നെ എന്ത് ഉണ്ടാക്കിയാലും കഴിക്കണം. പിന്നെ അവർക്ക് മറ്റേ എല്ലാത്തിലും മീൻ ഇടുമല്ലോ, സാമ്പാറിലൊക്കെ മീനുണ്ടാവും. അപ്പോൾ ഞാൻ ആ സമയത്ത് വെജ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കും, പാലുണ്ടാക്കും, മുട്ട ഉണ്ടാക്കും, എല്ലാം കഴിക്കണം. അപ്പോൾ അടുത്ത ദിവസം എനിക്ക് റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡ് കാണാൻ പോകണം. അപ്പം ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ എൻ്റെ പ്ലാനിങ് ഒക്കെ നിർത്തിച്ച് എല്ലാം അങ്കിളിനെ ഏൽപ്പിച്ചു. എന്നാൽ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞു അങ്കിൾ എനിക്ക് റോസ്, അപ്പം നാളെ രാവിലെ നമുക്ക് പോർട്ടിൽ പോകാറ്.
പിന്നെ അങ്കിൾ വന്ന് എൻ്റെ കൂടെ അപ്പം അങ്കിളിന് ഇത് പാൻ ചവയ്ക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം അങ്കിൾ അവിടെ വന്ന് അവിടെ ഫൈൻ 500 രൂപയായിരുന്നു. എൻ്റെ കൂടെ വന്ന് അങ്കിൾ അവിടെ തുപ്പി അങ്കിളിൽ 500 രൂപ ഫൈനും കിട്ടി. അങ്ങനെ ഇന്നത്തെ പോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലോർഡ് ആണ് റോസ് ആൻഡ് സ്മിത്ത്. അന്ന് ഒരൊറ്റ ആളൊക്കെ ഉള്ള ഒരു ബോട്ടിന് പോകാൻ. അപ്പോൾ അവർക്ക് 8 പേര് വേണം. അപ്പം അങ്കിൾ അവിടെ സംസാരിച്ച്, അവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് സംസാരിച്ച് കുര്യാക്കോസ് സാറ് എനിക്ക് വേണ്ടി ഒരു ബോട്ട് തന്നു. അവിടെ പോയിട്ട് 3/4 മണിക്കൂർ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം തന്നു. അപ്പോൾ തിരിച്ചു വന്നിട്ട് അങ്കിള് പറഞ്ഞു ഇവിടെ നിന്നാൽ മതി, ഇങ്ങനെ ബസ് കയറിയിട്ട് വീട്ടിലേക്ക് ഇറങ്ങണം. അപ്പം കുര്യാക്കോസ് സാർ പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം കുര്യാക്കോസ് സാർ എന്ന് പറഞ്ഞാൽ 1960s കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് കുടിയേറി. അവിടെ ഒരു കേരളം മലയാളികളുടെ ഒരു ഗ്രാമം തന്നെയുണ്ട്. അവിടെയുള്ള ഒരു ഫാമിലിയാണ്. 1960s അങ്ങോട്ട് കുടിയേറിയ 100 പേരിലുള്ള ഒരു ഫാമിലിയാണ്. അപ്പം അതിൻ്റെ കുറേ കഥകളെല്ലാം കേട്ടു. അവരുടെ മീൻസ് അവരുടെ ഗ്രാൻഡ് മദർ അവിടെയുണ്ട്. അപ്പം അവരവരുടെ കഥകൾ, അന്ന് വന്നപ്പോഴുള്ള കഷ്ടപ്പാടുകൾ, അങ്ങനത്തെ ഒരു കുടിയേറ്റത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് അവിടുന്ന് ആണ് അന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് അങ്കിളിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ വൈകിട്ട് ചെല്ലുമ്പോഴത്തേ ആൻറ്റിയുടെ മുഖമൊക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആൻറ്റി വിചാരിച്ചു എനിക്ക് അവരുടെ ഫുഡ് ഇഷ്ടമാവാഞ്ഞിട്ട് ഞാൻ എൻ്റെ ആളുകളെ തേടി പോയതാണെന്ന പോലെ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല. പിന്നെ അന്ന് ഇരുന്ന് ആൻറ്റിയെ സന്തോഷിപ്പിക്കാൻ കുറേ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അടുത്ത ദിവസം എനിക്ക് തിരിച്ചു വരണം. അതും അങ്കിള് തന്നെയാണ് എനിക്ക് ബസ്സൊക്കെ ബുക്ക് ചെയ്തതെന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ഉപ്പയില്ല, ഉപ്പയെ മിസ് ചെയ്തിരുന്നു. കാരണം പുള്ളിക്കാരൻ അതേപോലെയാണ്. എന്നിട്ട് തിരിച്ചു വരാൻ നേരത്ത് എന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ട് ഉപ്പ അതുപോലെയാണ് കഴിക്കാൻ ജ്യൂസും ബിസ്ക്കറ്റൊക്കെ മേടിച്ച് ലോങ് ജേർണിയാണ് ബേട്ടാ അത് വെച്ചോ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് വിളിക്കും. അതൊരു ഇതാണ്, ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ഇപ്പം ഞാൻ പുറത്തൊക്കെ പോയി വന്നിപ്പോൾ കണക്ഷൻ ഇത്തിരി വിട്ട് നിൽക്കുകയാണ്. ഈവൻ കൊറോണ സമയത്ത് വരെ എപ്പോഴും വിളിച്ചു ചോദിക്കും ബേട്ടാ അവിടെ എല്ലാവരും ഓക്കെ ആണോ, സേഫ് ആണോ എന്നൊക്കെ ചോദിക്കും. ആൻറ്റിയുടെ മക്കൾ 2 പേര് ഇവിടെ മെയിൻലാൻഡിലാണ്. അവർ 2 പേരും മാത്രമേ ഇവിടെ. അത് എൻ്റെ യാത്രയിൽ എപ്പോഴും എന്താ പറയുക ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 2 പേരാണ് അവർ, അങ്കിളും ആൻറ്റിയും. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ടാവില്ലേ നമുക്ക് യാത്രകളിൽ. നമുക്ക് ആരും ഒന്നും അറിയില്ല. ഒരു കേരളത്തിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഓരോ മനുഷ്യന്മാർ നമുക്ക് സഹായത്തിന് വേണ്ടി ഇങ്ങനെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചില ഏഞ്ചൽസ് ഹാൻഡ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. നമുക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉള്ള കാര്യങ്ങളാണ്. എവിടെന്നെങ്കിലും ഒരാളെ കിട്ടും, ഒരു ചെറിയ സഹായം. ഒരു വണ്ടി കേടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തി അത് ശരിയാക്കാൻ നിൽക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഭക്ഷണം തരുന്ന ആൾക്കാരൊക്കെ. അതുപോലെ ഞങ്ങള് കാശ്മീർ യാത്രയിൽ അവിടുത്തെ ഒരു അജാസ് ഭായ് ഇപ്പം ഭയങ്കര ക്ലോസ് ആണ്. അന്ന് ആദ്യമായിട്ട് അജാസ് ഭായിനെ കാണുന്നത്. അപ്പൊ ഞങ്ങൾ ശ്രീനഗർ എത്തുമ്പോൾ അജാസ് ഭായിനെ വിളിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഷാനാണ് കണക്ഷൻ തന്നത്. അവിടെ ചെന്ന് പുള്ളി വന്ന് പുള്ളിയുടെ ഓട്ടോ എടുത്തിട്ട് പറഞ്ഞു ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഫോളോ ചെയ്ത് പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട്, ഇയാൾ ഇനി നമ്മളെ കാശിന് വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നത് ഇത് വീട്ടിൽ? പക്ഷേ ഞങ്ങൾക്കൊരു ഭയങ്കര നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ്, നല്ലൊരു റൂം എല്ലാം തന്നിട്ട് ഇത് നിങ്ങളുടെ വീടാണെന്ന് വിചാരിച്ചോ, അത് നിങ്ങളുടെ ഉമ്മയാണെന്ന് വിചാരിച്ചോ എന്നാണ് ആ കാശ്മീരികളുടെ സ്നേഹം ഉണ്ടല്ലോ, അതും ഇതേപോലെ ഒരു നല്ലൊരു ഇതായിരുന്നു. പുള്ളി നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട വഴികളെല്ലാം പറഞ്ഞു തന്നതിന് ശേഷമാണ് പുള്ളി പോയത്, അജാസ് ഭായ്. അപ്പൊ നമ്മൾ കുറെ കഥകൾ പറഞ്ഞു. എന്തായാലും ഫാമിലിനെ പറ്റി അധികം പറഞ്ഞില്ല, അവിടെ ഇവിടെ ആയിട്ട് പറഞ്ഞു. കാരണം ഇങ്ങനത്തെ ഒരു പാഷൻ അതിന് പുറകെ ഓടുമ്പോൾ നമുക്ക് എപ്പോഴും സപ്പോർട്ട് വേണ്ടത് ഫാമിലിയാണ്. ഫാമിലിയുടെ പറ്റിയ ഇപ്പം ഉപ്പ ഞാൻ പറഞ്ഞു, ഇപ്പം ഇല്ല, ട്രക്ക് ഡ്രൈവറായിരുന്നു. ഉമ്മ വീട്ടിൽ, പിന്നെ ഇത്താത്തയും പിള്ളേരും ഉണ്ട്. അവർക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സൂക്കേട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് റാം, പിന്നെ മോൾക്ക് ഇപ്പം 3 വയസ്സ് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ ഒരു 5 വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടിപ്പം 5 വർഷം ആവാൻ പോകും. അതും തിരുവനന്തപുരത്ത് തന്നെ കിട്ടിയ ഞാൻ പോലെ എല്ലാം ഒരു ട്രിവാൻഡ്രം എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളതാണ്. റാമിന്റെ വീട് കൊല്ലത്താണ്, തെന്മലയാണ്. പക്ഷെ റാമും ഞാനും പരിചയപ്പെടുന്നത് ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ വെച്ചിട്ട് തന്നെയാണ്. അങ്ങനെ ഒരുമിച്ച് കണ്ടു. പിന്നെ റാമിന്റെയും എൻ്റെ ഒരു കോമൺ ആയിട്ട് സാധനം, 2 പേർക്കും ട്രിവാൻഡ്രത്ത് സെറ്റിൽ ആവാനാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങളിപ്പോൾ UK എല്ലാം കറങ്ങി തിരിച്ചു വന്ന് വീണ്ടും ട്രിവാൻഡ്രത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ലൈഫ് ഇഷ്ടപ്പെടുന്ന ആളുകൾ. അപ്പോൾ ആളുകൾക്കൊക്കെ ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ്, UK വിട്ടിട്ട് എന്തിനാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നത്? ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പോകണം, ഞങ്ങൾക്ക് ബീച്ചിൽ പോകണം. ഞങ്ങൾക്ക് 2 വർഷം. ഞാൻ റാം ഒരു നിയർലി 3 ഇയർ വർക്കിന് വേണ്ടിയിട്ട്, പുള്ളി ഒരു നിയർലി 3 ഇയേഴ്സ് ഉണ്ടായിരുന്നു. ഞാനും മോളും 2 ഇയർ എക്സാക്ട്ലി ഞങ്ങൾ നിന്ന്. ഒരു മെയ് 5-ന് പോയി, ഒരു മെയ് 1-ന് തിരിച്ചു വന്നു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾക്ക് താഴെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരുന്നു. ഇപ്പോഴും വരും. അതായത് ഇപ്പൊ റീസെന്റ് ഒരു മസ്റ്ററിങ് നടന്നല്ലോ റേഷൻ കാർഡിൽ. അപ്പം നാട്ടിലില്ലാത്ത ആളുകളുടെ പേര് അതിലുണ്ടാവില്ല. പിന്നെ അത് രണ്ടാമത് വന്ന എന്തൊക്കെയോ പ്രോസസ്സ് ഉണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് പേരിട്ടു. അപ്പോൾ ആളുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പറയുന്നു വീട്ടിൽ നിന്ന് റേഷൻ കാർഡിൽ പേര് വെട്ടിപ്പോകുന്നു. ഞാൻ തമാശയ്ക്ക് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടതാണ്, അങ്ങനെ വീട്ടിലെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ താഴത്തെ ഏതോ ഒരു കാക്ക വന്ന് വളരെ സിന്നിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണം, ആ ഉമ്മയെ വിഷമിപ്പിച്ചൊരു നിങ്ങളെ. അപ്പോൾ ഇവർക്കൊക്കെ എൻ്റെ ഉമ്മയെ അറിയുന്ന പോലെ, എൻ്റെ വീട്ടിൽ വരുന്ന പോലെയൊക്കെയാണ്.
അപ്പൊ ഇത് ഈ പറയുന്ന വേറെ ജാതിയിൽ നിന്ന് ഒരാളെ കല്യാണം കഴിച്ചതിന്റെ പേരിലുള്ള എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു റാമിന്റെ മതത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രശ്നം അങ്ങനെ വലിയത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ മതത്തിൽ, അതായത് എൻ്റെ യാത്ര കണ്ട്, എൻ്റെ ഇനീഷ്യേറ്റീവ് കണ്ട് എന്നെ വളരെ സ്നേഹത്തോടെ സംസാരിച്ച് പ്രൈസ് ചെയ്ത് സംസാരിച്ച ആളുകളുടെയൊക്കെ തനി നിറം, അവരുടെ ഉള്ളിലെ മതം അറിയുന്നത് എൻ്റെ കല്യാണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അനൗൺസ് ചെയ്ത സമയത്താണ്. ചിലർ ഇൻബോക്സിലൊക്കെ ഒന്ന് വളരെ മോശമായിട്ടാണ് സംസാരിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഉമ്മേനെ അവർക്ക് അറിയ പോലുമില്ല, എന്നാൽ പോലും അവരുടെ ഉമ്മയാക്കി, ഉമ്മയ്ക്ക് അത് വിഷമാവും, നിങ്ങൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എത്രയോ ആളുകളെ ഞാൻ ബ്ലോക്ക് ചെയ്ത്, ചിലരെ എന്നെ ഇങ്ങോട്ട് തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. വളരെ സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ ഒരു ഫിൽറ്ററിങ് തന്നെ നടന്നു ആ ഒരു കല്യാണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അനൗൺസ് ചെയ്ത സമയത്ത്. ഇപ്പോഴും ഇപ്പം മോൾക്ക് ഞങ്ങൾ പേരിട്ട് കഴിഞ്ഞ് ഞങ്ങൾ അതിൽ ജാതി കോളത്തിലൊന്നുമില്ല. അപ്പോൾ അത് ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ അതിൽ നിങ്ങൾ അത് അന്നിങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യുക, അത് അവളല്ലേ ചൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 18 വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ നാളെ ഫ്യൂച്ചറിൽ അവൾക്കൊരു മതം ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ ചൂസ് ചെയ്യട്ടെ, ഞങ്ങളായിട്ട് അവൾക്ക് ഒരു പേരും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും എപ്പോഴെങ്കിലും അപ്പോൾ ഇപ്പോഴും എന്തെങ്കിലും ഒരു റിലേറ്റഡ് ഒരു മതം ഫാമിലി റിലേറ്റഡ് എന്തെങ്കിലും ഒരു പോസ്റ്റോ കമൻറ്റോ പോവാണെങ്കിൽ എപ്പോഴും അത് തീ പിടിക്കും. അത് അത് ആളുകൾ എത്ര യാത്ര ചെയ്തെന്നോ ഒന്നുമില്ല. എനിക്കൊക്കെ ചില ആളുകളുടെയൊക്കെ ബിഹേവിയർ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ആസ് എ ട്രാവലർ വളരെ റെസ്പെക്റ്റ് ഒക്കെ തോന്നിയ ചില വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു. മതം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പം ഞാനോ റാമോ ഒരിക്കലും ഞങ്ങളുടെ ഇടയിൽ മതമോ, ഞങ്ങൾ അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകാം, അതൊരു മതത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പം പത്മനാഭസ്വാമി ടെമ്പിളിൽ ഞാൻ തിരുവനന്തപുരത്തായിട്ട് പോലും ഒരുപാട് നാളായിട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു. പക്ഷെ പോകാനൊരു അവസരം കിട്ടിയിട്ട് വളരെ ലേറ്റാണ്. പക്ഷെ റാം അത്ര പോലും പോയിട്ടില്ല. അപ്പൊ അത് ഞങ്ങൾക്കൊരു മതത്തിന്റെ പേരിൽ വരുന്ന ഒരു ഡിസ്കഷൻ അല്ല, ഒരു ആർക്കിടെക്ചറൽ വണ്ടർ കാണാം എന്നുള്ളതേ ഉള്ളൂ വരുന്നത്. പക്ഷെ ഞങ്ങളെ പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് ഞങ്ങളെ കുറിച്ച് വളരെ ഭയങ്കര ആശങ്കയാണ്, ഞങ്ങളുടെ മതവും ഞങ്ങളുടെ ഭാവിയും ഒക്കെ ഓർത്തിട്ട്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പ്രശ്നതയുള്ള. പിന്നെ പൊതുവെ നോർത്തിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ പേരിൻ്റെ വാലുകൾ ആൾ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ചില സ്ഥലത്ത് പറയും, ചില സ്ഥലത്ത് പറയില്ല. ഞാൻ എനിക്ക് ഉപ്പയുടെ പേര് കൂട്ടി പറയുന്ന ഇഷ്ടം, കാരണം ആ ഒരു പേരിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ പേര് പറയുമ്പോൾ ആളുകൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ, റാം, സജിന അലി, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരും. നമ്മളത് ഇഗ്നോർ ചെയ്ത് പോകും. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എങ്ങനെ അതങ്ങനെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യും, അത്രേ ഉള്ളൂ? അതോ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു 5-10 വർഷത്തെ പ്രോസസ്സാണ്. അപ്പം എനിക്കറിയാം ഓരോ ആളുകൾ എന്തൊക്കെയാണെന്നുള്ളതും ബ്ലോക്ക് ചെയ്യാനും അൺഫ്രണ്ട് ചെയ്യാനൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഞാനിപ്പോൾ അങ്ങനെ അതൊരു വിവാദ വിഷയങ്ങളൊന്നും ഇടാറില്ല, കാരണം യുദ്ധം ചെയ്യാനുള്ള സമയമില്ല. ഈ പൂപ്പന്താടി തുടങ്ങുന്ന സമയത്ത് ആ കൈൻഡ് ഓഫ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴേ ഈ ഒരുപാട് ട്രാവൽ കമ്മ്യൂണിറ്റികൾ, ഗ്രൂപ്പുകൾ നല്ലതാണ്, ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനത്തെ വരുമ്പോൾ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇപ്പോഴും വന്നിരുന്നോ, ഇപ്പോഴോ മുന്നോ? കോമ്പറ്റീഷൻ വന്നിട്ടില്ല. ഇപ്പം ഞാൻ പറയാം, നമ്മളൊരു ട്രെൻഡ് സെറ്റ് ചെയ്തു, നമ്മളൊരു ട്രെൻഡ് സെറ്ററായി വന്ന് തുടങ്ങിയതിന് ശേഷം ഒരു 2-3 പേരൊരു വന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അപ്പം നമ്മൾ കോമ്പറ്റീഷന് പോവുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സർവീസ് ബെറ്റർ ആവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു അഴിച്ചുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതുപോലുള്ള മൾട്ടി ഓപ്ഷൻസ് കൊടുക്കണം, എല്ലാം ഒന്ന് റീവാമ്പ് ചെയ്യണം. അപ്പം നമ്മളുടെ ഫെലോഷിപ്പ് റെസ്യൂം ചെയ്യണം. അങ്ങനെ ട്രാവൽ ഫെലോഷിപ്പ് എന്തായിരുന്നു? അതായത് ഞാൻ ഒരു ട്രാവൽ ഫെലോഷിപ്പ് ചെയ്തിരുന്നു. എനിക്ക് ഒരു ഓഫർ കിട്ടി. അതായത് എൻ്റെ കോസ്റ്റ് ഒരു കമ്പനി എടുത്തിട്ട് എനിക്ക് 5 സ്റ്റേറ്റ്സ് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നു. അപ്പം അങ്ങനെ അതേപോലൊരു സാധനം എൻ്റെ ഉപ്പയുടെ ഒരു ഓർമ്മയ്ക്ക് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്രയാണം എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം ചെയ്തു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അത് ഈ വർഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അപ്പം യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ അതിനുള്ളൊരു നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് ബഡ്ജറ്റ് കൊടുത്തിട്ട് അവരതിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഫെലോഷിപ്പ്. നല്ലൊരു കാര്യം. അപ്പം നമുക്ക് ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാന്നാണല്ലോ. അപ്പം നമുക്ക് ഗിവ് ബാക്ക് ടു സൊസൈറ്റി എന്നുണ്ട്. ഇപ്പം ഞാനൊരു വലിയൊരു ഓൺടർപ്രൂണർ ഒന്നും ആയില്ല, അത്രയും വലിയൊരു സാമ്പത്തിക ഭദ്രത ഒന്നും ഇല്ലെങ്കിലും, പക്ഷേ ഓൾവേസ് വാണ്ട് ടു ഗിവ് ബാക്ക് ടു സൊസൈറ്റി. സോ അതാണ് ഈ ഒരു ഫെലോഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കോമ്പറ്റീഷൻ വരുമ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക, ബെറ്റർ ആക്കുക, ക്വാളിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പം നമുക്ക് വരാനുള്ളത് എങ്ങനെയാണെങ്കിലും ചിലർ, ഞാൻ പറഞ്ഞില്ല, ചിലർക്ക് ആ വൈബ് മാച്ച് ചെയ്ത് വരും, ചിലർക്ക് എന്നോടുള്ള ഇഷ്ടമായിരിക്കും, ചിലർക്ക് അവർ ട്രാവൽ ചെയ്യുന്ന, ഇപ്പം ചിലരുണ്ടാവും സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നവർ, അത് ആ ഒരു ബോണ്ടിങ്ങിൽ വരുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു ഇത് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് ഫോക്കസ് ചെയ്ത് അത് വർക്ക് ചെയ്യും. അപ്പം ബിസിനസ്സാണ്, പക്ഷേ സ്റ്റിൽ ഓൺ ദാറ്റ് പാഷൻ്റെ മേലെയും കൂടെ നോക്കും.
നമ്മൾ കുറേ നേരമായി സംസാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഇപ്പോൾ സജനയുടെ യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞതൊക്കെ സജനയുടെ ഇതൊരു എന്താ പറയുക ഐസ്ബർഗിൻ്റെ ടിപ്പാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. അപ്പം ഇതിലെന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു യാത്രയുണ്ടോ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു യാത്ര? ആദ്യത്തെ യാത്ര, പുതിയ യാത്ര അല്ലാതെ? ആദ്യ യാത്ര അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പം നമ്മളിപ്പോൾ 7 ദിവസത്തെ അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് ലോങ് ട്രിപ്പൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു യാത്ര ഞാൻ പറയണത്, ഞാൻ പറഞ്ഞ ഒരു 2015 തോന്നുന്നു ഓണത്തിന് പോയ ഒരു ട്രിപ്പ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ മേ ബി ഞാനൊരു കാറ് തന്നെ റെന്റ് എടുത്തിട്ട് അങ്ങനെ പോവായിരിക്കും. പക്ഷെ അന്ന് ചെയ്തത് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം ചിക്ക്മംഗ്ലൂർ എത്തുന്നു, ചിക്ക്മംഗ്ലൂരിൽ നിന്ന് ബദാമി എത്തി, പട്ടടയ്ക്കൽ ഐഹള്ളി പോകുന്നു, അവിടുന്ന് പിന്നെ തിരിച്ച് ബീജാപ്പൂർ പോകുന്നു, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പിന്നെ സോളാപൂർ പോകാതെ വഴിയില്ല. അപ്പം ഞാൻ സോളാപൂർ പോകാന്ന് വെച്ചപ്പോൾ ആളുകൾ എന്തിനാ പോകുന്നത് വെച്ചാൽ അവിടെ പോയി അവിടുത്തെ ഒരു ഫോട്ടോ, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഏരിയ ഒന്നല്ല. എന്നിട്ട് ഞാൻ അവിടെ ഒരു ഫോർട്ട് കണ്ടുപിടിച്ചു. അവിടെ എൻ്റെ ആ സമയത്ത് ഒരു DSLR ഒക്കെ മേടിച്ചിരുന്നു. ആ DSLR ഒക്കെ കൊണ്ട് ആ ഫോർട്ട് കാണുമ്പോൾ അതൊരു അത്രയും നല്ല സ്ഥലമല്ല. ആളുകൾ സമയമാവുന്ന സമയത്ത് ഈ ഡ്രഗ് അഡിക്ട്സ് അല്ലെങ്കിൽ അതുപോലെയൊക്കെ വരുന്നൊരു സ്ഥലമാണ്. പക്ഷെ നല്ല ഒരു ഏരിയ ആയിരുന്നു. അങ്ങനെ പോയി ഫോട്ടോ ഒക്കെ എടുത്തതിന് വേണ്ടി കുറേ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താ ജേർണലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു, ഈ സ്ഥലം ഇൻഫോം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും. ഞാൻ പറഞ്ഞൊന്നുമില്ല, ഞാൻ യാത്ര ചെയ്ത് ഈവൻ ഹോട്ടലിൽ വരെ ആളുകൾക്ക് സർപ്രൈസിങ് ആയിരുന്നു, യാത്ര ചെയ്ത് കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അതൊരു 7 ദിവസത്തെ ഒരു നല്ല ട്രിപ്പായിരുന്നു. അതുപോലെ തന്നെ വാറങ്കൽ പോയത്, വാറങ്കൽ രാമപ്പ ടെമ്പിൾ, അവിടെ ഒരു ലേക്ക് ഉണ്ട്, മാൻമെയ്ഡ് ലേക്ക്. ഞാനതൊരു 1 ഡേ ട്രിപ്പ് ഒരു കാറ് വിളിച്ചു പോയത്. അപ്പം ഞാൻ വിളിച്ച കാറുകാരന് നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്, അവിടെ ഒന്നുമില്ല, മേ ബി ക്രോക്കഡൈൽ ഉണ്ടാവും, അത് കാണാൻ നിങ്ങൾ. പക്ഷെ എനിക്കത് വായിച്ചറിഞ്ഞ് അങ്ങനെ ഒരു വണ്ടർ കാണണമെന്നുണ്ടായിരുന്നു. കണ്ട് തിരിച്ചു വന്നു. കാകതീയ ഡൈനാസ്റ്റിനെ കുറിച്ച് അറിഞ്ഞു. വറങ്കൽ ഫോർട്ട് ഒക്കെ ഭയങ്കര ഇമോഷണലി ബോണ്ടഡ് ആയിട്ടുള്ളതാണ്. അവിടെ അവർക്ക് ആകെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇംഗ്ലീഷും തെലുഗുമാണ്. ചില ദിവസങ്ങളിൽ തെലുഗു മാത്രമാണ്. പക്ഷെ എനിക്ക് വേണ്ടി അവർക്ക് അന്ന് എന്തോ തെലുഗു ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഇരുന്ന് എനിക്ക് ഇംഗ്ലീഷ് കാണാനുള്ളൊരു അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പം അത് ഭയങ്കര എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണത്. അപ്പോൾ പിന്നെ ആ ഒരു യുദ്ധവും അതൊരു ഭയങ്കര രസമായിരുന്നു. തിരിച്ച് എനിക്ക് ഹോട്ടലിൽ പോകാൻ അവർ തന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തു. കാരണം ഇരുട്ടായി, വണ്ടികളൊന്നുമില്ല, 10 മണിയോട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 2 യാത്രകളും ഞാൻ നോക്കുമ്പം അതൊരു നോർമൽ റൂട്ടല്ല. കുറച്ച് വാറങ്കലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് ബസ് എടുത്ത് പിന്നെ ഓട്ടോ പിടിച്ച് അങ്ങനെയൊക്കെ പോയതാണ്. അപ്പം ഈ 2 യാത്ര ഞാൻ നോക്കുമ്പം എനിക്ക് ഇഷ്ടപ്പെട്ട 2 യാത്രകളാണ്. ഒരു ഓഫ് ബീറ്റ് റൂട്ടാണ്. ബീജാപ്പൂർ ഇപ്പോഴും ആളുകളൊക്കെ പോകുന്നുണ്ട്, ഇതൊന്ന് ബദാമിയും പോകുന്നുണ്ട്. പക്ഷെ ബീജാപ്പൂർ ചിലരൊക്കെ പോകുമ്പോൾ എല്ലാം ഒരു റൂട്ടാണ് വരുന്നത്. സോ ദീസ് ആർ ഒരു അഡ്വഞ്ചറസ്. ഈ ഒറ്റക്കുള്ള യാത്രകളിൽ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക അഡ്വഞ്ചറൊക്കെ കൊണ്ടുവരാം. ഞാൻ പറയുന്നത് ആദ്യകാലങ്ങളിലെ യാത്രകളെല്ലാം തന്നെ അഡ്വഞ്ചറസ് ആയിരുന്നു. ഇപ്പം നമുക്ക് അറിയില്ല, ഇപ്പം ഇന്നത്തെ പോലെ ഒന്നും. ഇപ്പം ഇന്ന് ഞാൻ അതേ സ്ഥലം എനിക്ക് എൻ്റെ മോളെയും കൊണ്ട് റീവിസിറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അന്നത്തെ ആ ഒരു ഫീൽ ഇന്ന് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം ക്രൗഡ്, എക്സൈറ്റ്മെന്റ് എല്ലാം മാറിയിട്ടാണ്. ക്രൗഡ്, ടെക്നോളജീസ് എല്ലാം ഡെവലപ്പ് ആയി. ഇപ്പോൾ ഏത് സ്ഥലത്തിനെ പറ്റിയിട്ടും നമ്മളൊന്ന് യൂട്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഇനിയുണ്ട്. അതിലൊന്നാണ് ഛത്തീസ്ഗഡ്. അതും ഈ പറഞ്ഞ പോലെ യാത്രകൾ പറഞ്ഞു വരുമ്പോൾ ഓരോന്നോരോന്ന് ഇഷ്ടപ്പെടും. ഛത്തീസ്ഗഡ് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ പറഞ്ഞ പോലെ റായ്പൂർ ചെന്നിറങ്ങി അവിടുന്ന് ജഗദൽപൂർ പോയി, ജഗദൽപൂരിന് ഞങ്ങൾ അരക്കുവാലി വഴി ഞങ്ങൾ ഇവിടെ വിശാഖപട്ടണം എത്തുന്നത്. അതൊരു വല്ലാത്ത റൂട്ടാണ്. പക്ഷേ ഇത് ഞാൻ പോയി എൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ അപ്പുപ്പന്താടിയിൽ ഒരു 5 പേരെ കൊണ്ടുപോയി. അത് ഞാൻ പറഞ്ഞ ഒരു മനസ്സിന് സന്തോഷത്തിന് വേണ്ടി എടുക്കുന്ന ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻസ്. പക്ഷെ ആ ടീം നല്ലതായിരുന്നു. കാരണം ചില സ്ഥലങ്ങളിൽ നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ട് ചില സ്ഥലങ്ങളിൽ എൻട്രി സമയത്തിന് വേണ്ടിയില്ല. അപ്പോൾ അവർ വേണ്ട സജന വിടാൻ, നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം. ഏതൊക്കെയോ വീടിൻ്റെ ഫ്രണ്ട് കൂടെയൊക്കെയാണ് റോഡ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് നമ്മൾ തട്ടുകട പോലത്തെ സെറ്റപ്പാണ്. ഇപ്പം നോർമലി നമ്മുടെ ഒരു ട്രിപ്പിൽ ഒരു പെണ്ണുങ്ങളും അങ്ങനെയുള്ള കടകളാണ്. പക്ഷെ ഇവർ ഓക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ ദോശ ഉണ്ടാക്കുന്നത് കാണാൻ രസമായിരുന്നു. ഞങ്ങൾ പല വെറൈറ്റി ദോശകളും ട്രൈ ചെയ്തു. ആസ് എ ടീം കൊണ്ടുപോയതിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഓഫ് ബീറ്റ് റൂട്ട് അതായിരുന്നു, റായ്പൂർ ടു വിശാഖപട്ടണം. അതൊരു നല്ല റൂട്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഈ ഓഡിയൻസിന് സ്ത്രീകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇന്ത്യയിലത്തെ റൂട്ടുകൾ ഏതായിരിക്കും? വൺസ് ട്രൈ ചെയ്യണം എന്ന് മസ്റ്റ് ട്രൈ ആയി? അല്ല, പൊതുവേ ഉള്ള സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ടാഗ്ലൈനാണ് അല്ല, സ്ത്രീകൾക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന 10 സ്ഥലങ്ങൾ. അപ്പം ഞാൻ ചോദിക്കും, അപ്പം നമ്മൾ ഈ 10 സ്ഥലത്ത് മാത്രം പോയാൽ മതിയോ എന്നൊക്കെ. അപ്പം അങ്ങനെ എനിക്ക് തോന്നില്ല. തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് തുടക്കം കിട്ടാൻ ഏറ്റവും ഈസി ആയിട്ട് ഞാൻ പറയും, ഇപ്പം നമ്മൾ എല്ലാവരും യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഇന്ത്യയുടെ നോർത്തിലേക്ക് അങ്ങ് പോകും, എന്നിട്ട് ഒരു 10,000 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലം കണ്ടുവരണം എന്നൊക്കെ ആഗ്രഹം. പക്ഷെ ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ അറിയുന്നത് ഇതിനൊരു സ്റ്റാർട്ടിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള പല
സ്ഥലങ്ങളും നമുക്ക് പോവാൻ പറ്റാഞ്ഞിട്ടോ മടിച്ചിട്ടോ പോവാത്ത സ്ഥലങ്ങളുണ്ടാവും. സോ ഞാൻ പറയുന്നത് അത് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ 6 വർഷം നിന്നിട്ട് കോവളം ബീച്ച് കാണുന്നത് 7ാം വർഷമാണ്. പോകാൻ പറ്റിയില്ല, അതിനൊരു ഒരു ഓപ്പണിംഗ് വന്നില്ല. അപ്പം അതുപോലെ ഒരാൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളുടെ മൈൻഡിൽ എപ്പോഴും ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്നതല്ല, ഇഷ്ടമുള്ള ഒരാൾക്ക് എനിക്ക് ഇപ്പം അഖിലിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അഖിലിന് അടുത്ത് എവിടെ പോകാനുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അഖിലിനൊരു സ്ഥലം മൈൻഡിലുണ്ടാവും. അതേപോലെ എല്ലാവർക്കും മൈൻഡിലുണ്ടാവും. അപ്പോൾ ആ സ്ഥലങ്ങളിൽ കവർ ചെയ്യാമെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പെർട്ടിക്കുലർ റൂട്ട് ഒരു സ്ത്രീ എക്സ്പ്ലോർ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ സ്ഥലങ്ങളും കാണണം, ആരും പറയണതൊന്നും നോക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിട്ടിയൊരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പം അവിടുത്തെ ലോക്കൽ ടൈമും ഒക്കെ ഞാൻ പറയാം, ഒരു ഓർച്ചയിൽ ചെന്നിറങ്ങിയ മോശം ടൈമാണ്. അപ്പം അത് നോക്കിയിട്ട് ആ സേഫ്റ്റി ഒന്ന് നോക്കാന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചില സ്ഥലങ്ങൾ ഇപ്പോഴും അൺസേഫ് തന്നെയാണ്. സോ ടൈമൊക്കെ നോക്കി പ്ലാൻ ചെയ്ത് പോയാൽ മതി. എല്ലാം കാണാം. ഇങ്ങനെ ഈ ടാഗ് ലൈൻ കാണുന്നത് എനിക്ക് ഇതില്ല. അപ്പോൾ 10 സ്ഥലങ്ങൾ കാണാനുള്ള അപ്പം ഞാൻ ചോദിക്കും. അപ്പം ഇപ്പോഴും എൻ്റെ ഇൻബോക്സിലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് പോകാനൊരു സ്ഥലം സജസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാന്ന് നോക്കി. അപ്പോൾ അവർ പറയും, അപ്പോൾ ഞാൻ അത് പ്ലാൻ ചെയ്യാൻ പറയും. എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് പറയാം. അത് മേ ബി നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞങ്ങൾ K2K കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും ചോദിക്കും എനിക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം, പ്ലാൻ ചെയ്യും. അപ്പം ഞാൻ നിങ്ങളുടെ ഐറ്റിനറി എന്താണെന്ന് ചോദിക്കും. ഒരു ഐറ്റിനറി ഇല്ല, നമ്പർ ഓഫ് ഡേയ്സ് ഒന്നും അറിഞ്ഞൂടാ. അപ്പം ചുമ്മാ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നോണ്ട് അവൻ്റെ ഇൻബോക്സിൽ മെസ്സേജാണ്, പിന്നെ എനിക്ക് 5 ദിവസം ഉണ്ട്, എവിടെയെങ്കിലും ഒന്ന് പോകണം, എവിടെയാണ് പോയിക്കും. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു മാപ്പ് അങ്ങ് കിടക്കുക. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടത്തിനാണ് പറയാം. അപ്പം ഞാൻ പറഞ്ഞു വെതർ നോക്കണം, നിങ്ങളുടെ ഇഷ്ടം നോക്കണം, ബഡ്ജറ്റ് നോക്കണം, പിന്നെ ട്രാവൽ ടിക്കറ്റ്സ് ഇതെല്ലാം നോക്കണം. അപ്പം എന്താണെന്ന് നോക്കും. അപ്പം അവൻ അങ്ങനെ ഒരു ഐഡിയയേ ഇല്ല. അപ്പം ഞാൻ അതുപോലെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്യാതെ ഇഷ്ടത്തിനുള്ള ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ, അത് നോക്കാം. ഇപ്പം എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പം ഞാൻ ഇപ്പം മോളെയും കൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇപ്പോൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവളെയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്നൊരു ബ്രേക്ക് എടുത്തപ്പോൾ ശ്രീലങ്ക, നേപ്പാൾ എന്നൊക്കെ ഒന്ന് മൈൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ വരുമ്പോഴും എങ്ങനെ പോകും എന്ന് പോകുമ്പോൾ നഴ്സറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ നിൽക്കാം. അതാണ് നിങ്ങളുടെ അടുത്ത നെക്സ്റ്റ്. അങ്ങനെ പറയാൻ പറ്റില്ല, അതിപ്പോൾ ലാസ്റ്റ് വേറെ എന്തെങ്കിലും വർക്കൗട്ട് ആവുമായിരിക്കും. സോ ഒരാളുടെ മൈൻഡിൽ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. സോ ചൂസ് ദാറ്റ്. സജിനയുടെ യാത്രകളിൽ, സജിനെ കൊണ്ടുപോയ യാത്രകളിലൊക്കെ സജിനയ്ക്ക് ഭയങ്കര പ്രൗഡ് തോന്നിയ ഒരു മൊമെന്റ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്ക് ഇഷ്ടം തോന്നിയ, അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സ് കിട്ടിയ എങ്ങനെ മൊമെന്റ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മളുടെ കൂടെ ട്രാവൽ ചെയ്ത് എനിക്കൊരു കോട്ടയത്തുള്ളായിരുന്നു, മായ ചേച്ചി എന്നാണ്. അപ്പം നമ്മൾ ഈ തുടങ്ങിയ സമയത്ത് നമ്മൾ പലർക്കും ഒരു ബുക്കിലോ ഒരു പിക്ചറോ ഒരു സിനിമയിലോ ഒരു സീനിലോ ഒക്കെ ഒതുങ്ങി നിന്ന ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ അവരുടെ മുന്നിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ലെവലായിരിക്കും. അതിൽ എനിക്കിപ്പോഴും ഓർമ്മയുള്ള കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കിട്ടിയതാണ്. ഗണ്ടിക്കോട്ട പോയപ്പം ഞങ്ങൾ അവിടെ സൺറൈസിനാണ് നമ്മൾ അവിടുത്തെ ആ ഗോർജ് കാണാൻ പോകുന്നത്. അപ്പോൾ അതൊരു വ്യൂ ആണ്, മീൻസ് ആ പെന്നാർ റിവർ, ചിലപ്പോൾ ക്ലൗഡി ആയിരിക്കും, ചിലപ്പോൾ സൺറൈസ് കിട്ടും. അപ്പോൾ അന്ന് എനിക്കൊരു സൺറൈസ് കിട്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു നോർമൽ ഡേ ആണ്, നമ്മളത് കാണുന്നു, ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും അവരവരുടെ ലോകത്താണ്. പക്ഷേ ഈ ചേച്ചി ഇമോഷണലായി, ചേച്ചി പറഞ്ഞ സജ്ജന ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു വലുതാണ്. അപ്പം അപ്പൊ ചേച്ചി ആ മൊമെന്റിൽ തന്നെ നമ്മൾ അവിടെ വന്ന് ഹഗ് ചെയ്ത് ഉമ്മ വെച്ച്. അപ്പോൾ ചേച്ചിക്ക് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്ക് ഇൻ ടച്ചിലായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു റീലൊക്കേറ്റ് ആയിരുന്നു പുറത്തോട്ട്. അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും പ്രായമുള്ള ആളുകളൊക്കെയാണെന്ന് തോന്നുന്നു, അവർക്ക് ഒരിക്കലും പറ്റില്ലെന്ന് തോന്നിയുന്ന കാര്യങ്ങൾ. 57 വയസ്സിലൊരു ശ്രീല ചേച്ചിയൊക്കെ ഉണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ കോർ ട്രാവലറാണ്. ഏറ്റവും പ്രായം കൂടിയ യാത്രക്കാരി ആരായിരുന്നു? വിജയലക്ഷ്മി ആൻറ്റി, ആലപ്പുഴയുള്ള 74 വയസ്സ്. അത് കശ്മീർ. പുള്ളിക്കാരിയുടെ ഒരു മൊമെന്റ് ഞങ്ങൾ ഷെയർ ചെയ്ത പുള്ളിക്കാരി പറഞ്ഞു. പുള്ളിക്കാരി ഹസ്ബൻഡ് കല്യാണം ഏർലി മാരേജ് ആയിരുന്നു. 20ാമത്തെ വയസ്സിൽ പുള്ളിക്കാരി ആഗ്രഹിക്കാൻ തുടങ്ങിയത് കശ്മീർ പോകണം. അപ്പം പല കാരണങ്ങൾ, മക്കൾ, പ്രാരാബ്ദം എല്ലാം കഴിഞ്ഞ് ഒരു ഒഴിവ് കിട്ടിയത് 74ാമത്തെ വയസ്സിലാണ്. ഈ 74ാമത്തെ വയസ്സെന്ന് വെച്ചാൽ ഒരു 5-6 കൊല്ലം മുന്നെയാണ് പുള്ളിക്കാരി. അപ്പം അന്ന് എല്ലാം കഴിഞ്ഞ് വന്ന പുള്ളിക്കാരി അത് ഷെയർ ചെയ്ത്. സോനാമാർഗിൽ കുതിരപ്പുറത്ത് കയറി എല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലെ അന്ന് കഴിയാത്ത കാര്യം ഇപ്പോഴും ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നത്. പുള്ളിക്കാരി പിന്നെ ട്രാവൽ ചെയ്തില്ല, ചില ഡെസ്റ്റിനേഷൻസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ കണ്ടില്ല. പക്ഷേ പുള്ളിക്കാരിയുടെ ഒരു ഇപ്പോഴും ഞാൻ പറയും നമ്മുടെ സീനിയർ മോസ്റ്റ് ട്രാവലർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജയലക്ഷ്മി ആൻറ്റി അറിയും. 70 വയസ്സിൽ ആഗ്രഹം 74 വയസ്സിൽ അതൊരു എനിക്കും അതൊരു ഇൻസ്പിറേഷൻ. അങ്ങനെ
അങ്ങനെ ഒരുപാട് പേരുണ്ട് 60s ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചിലരൊക്കെ നമ്മളടുത്ത് ചോദിക്കും എനിക്ക് 40 വയസ്സാണ് ട്രാവൽ ചെയ്യാൻ. 40 വയസ്സ് അതൊക്കെ വളരെ സിമ്പിൾ. ഈവൻ ഞാനിപ്പോൾ 40 ആവാൻ പോകുന്നു, നമുക്ക് 60-70 ട്രാവൽ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ നോക്കും, ആളുകൾ ഐഡന്റിഫൈ ചെയ്യാൻ, ലൈഫ് ഒരു വലിയൊരു എന്താ പറയുക നേട്ടങ്ങളിലൊന്നായിട്ട് കാണിക്കുകയും ചെയ്യാം. നമ്മളത് അവരെ ചിലരെയൊക്കെ നമ്മളങ്ങനെ കാണിച്ച് ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വന്നിട്ട് ഫ്രണ്ട്സ് ഫോർ എവർ ആയ കുറേ പേരുണ്ട്, ബോണ്ടിങ് അങ്ങനെ കുറേ ഉണ്ട്. നമ്മളുടെ വെബ്സൈറ്റിൽ നമ്മൾ അങ്ങനെ അതിനൊരു വേണ്ടി ഒരു പേജ് ഉണ്ട്. അപ്പം ചില സ്റ്റോറീസാണ്. അമ്മയും മക്കളും 3-ാമത്തെ വയസ്സ് മുതൽ ഒരു 8 വർഷമായിട്ട് നമ്മളുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന അമ്മയും മക്കളും അങ്ങനെ കുറേ ഉണ്ട്. ലൈക്ക് എനിക്ക് എന്നെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയാം. സജന നമ്മൾ കുറേ കഥകൾ പറഞ്ഞു. കുറേ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കഥകൾ. സജനയുടെ വലിയൊരു ട്രാവൽ ജേണിയിൽ നിന്ന് കുറച്ച് കഥകൾ പറഞ്ഞു. ഇനി സജന എന്തായാലും ഇവിടെ നാട്ടിലുണ്ടല്ലോ. സജനയുടെ ഇനിയിപ്പോൾ പുറത്തോട്ട് ഉള്ള പരിപാടി ഇല്ല, തന്നെയുണ്ട്. അപ്പൊ നമുക്ക് പിന്നെയും കാണാം. ഇനിയും നമ്മൾ ട്രാവലിസ്റ്റ് ഫാമിലിയോട്ട് ഇനി എപ്പോഴും സ്വാഗതമാണ്. വേണമെങ്കിൽ വരാം, നമുക്ക് ഇതുപോലെ കഥകൾ പറയാം, ഇരിക്കാം. അപ്പം ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി നമ്മുടെ ഈ ട്രാവലിസ്റ്റിനൊക്കെ കണ്ടപ്പോൾ? എനിക്ക് അഖിലിനെ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ട്രാവലിസ്റ്റിനെ കുറിച്ച് അറിയായിരുന്നു. ലൈക്ക് കവിത സലീഷിന്റെ പോസ്റ്റിലാണ് ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് അഖിൽ വിളിച്ച് പോഡ്കാസ്റ്റാന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇത് ട്രാവലിസ്റ്റാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. പിന്നെ രമ്യയുടെയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ കവിതയുടെ തന്നെ ഒരു യാത്രയ്ക്ക് ഒരു കാരണമാവാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ലൈക്ക് എനിക്കിപ്പോഴും കവിതയുടെ ഒരു ടാഗ് ലൈൻ ഓർമ്മ വരുമ്പോൾ, മണാലിയിലെല്ലാം മഞ്ഞുള്ളത് മുൻഷ്യാരിയിലും മഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു മുൻഷ്യാരി ട്രിപ്പിന് വന്നത്. ലൈക്ക് ആ ഒരു ട്രിപ്പിൽ വന്ന ഒരു 19 പെണ്ണുങ്ങളും ആദ്യമായിട്ട് മഞ്ഞ് കണ്ടത് മുൻഷ്യാരിയിലാണ്. ലൈക്ക് നമ്മളൊരു അവിടെ ഒരു പോണ്ട് കാണാൻ, ലേക്ക് കാണാൻ പോയത്, മുട്ടിന് മുകളിൽ മഞ്ഞിൽ ഞങ്ങൾ നടന്നാ പോയത്. സോ ആ ഒരു ട്രിപ്പിൽ കവിത ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം 1-2 ട്രിപ്പ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ട്രക്ക് വന്നിട്ടുണ്ട്, ബ്രഹ്മതാൽ ട്രക്ക്. പിന്നെ പുള്ളിക്കാരി അങ്ങ് ഞമ്മല്ലേ എൻ്റെ കൂടെ വന്ന ചിലർ പറയും എന്നെ മറ്റേ ഭൂതം ഇല്ലേ, കുടത്തിൽ നിന്ന് അഴിച്ചുവിട്ട ഭൂതം പോലെയാണ്. അങ്ങനെയുള്ള ഒരു ഭൂതമാണ് കവിത എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ട്രാവലിസ്റ്റിനെ കുറിച്ച് അറിയുന്നത്. പിന്നെ നിങ്ങൾ റീസെൻ്റ്ലി വന്ന രമ്യ ചേച്ചിയുടെയും കവിതയുടെയും പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും ഇവിടെ വരാനും എനിക്ക് അതൊന്നും കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഈ കസേരയിൽ വന്നിരുന്ന് എൻ്റെ കഥകൾ പറയുന്നു തോന്നിയില്ല. എന്തായാലും അതിനൊരു കാരണമാവാനും അങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനും നന്ദി. ഇനിയും ഈ കസേരയിൽ ഇരുന്ന് കഥകൾ പറയാൻ ഒരുപാട് ട്രാവലേഴ്സ് വരട്ടെ. അഖിലിനും ട്രാവലിസ്റ്റിക്കും എല്ലാവിധ ആശംസകളും. അപ്പോൾ സജനാലിക്കും അപ്പൂപ്പൻ താടിക്കും ഒരുപാട് കാലം ഇനിയും ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാനും യാത്രകൾ കൊണ്ടുപോകാനും പറ്റട്ടെ. അവരുടെ പുതിയ റിവാമ്പ് ചെയ്യാണ് അപ്പൂപ്പൻ താടി. അപ്പം അതിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. വലിയ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.